الحمد لله رب العالمين اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. സൂറത്ത് നാസിയാത്തിലെ 33 വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 34-ാമത്തെ വചനം മുതലാണ് ആരംഭിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഇദാ ജാഅത്തിത് ത്വാമ്മത്തുൽ കുബ്റാ. 37 ആണല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ അവസാനിച്ച്? 33. അതെ. فإذا جاءت الطامة الكبرى يوم يتذكر الإنسان ما سعى وبرزت الجحيم لمن يرى. فإذا جاءت എന്നാൽ വന്നാൽ, ജാഅ എല്ലാവർക്കും അറിയാം, വന്നു. ജാഅത്ത് എന്ന് പറയുക വരുന്ന സാധനം ഫീമെയിലാണെങ്കിലാണ് ജാഅത്ത് പറയുക, അല്ലെങ്കിൽ ജാഅ എന്നാണ് പറയുക. ജാഅ വലദുൻ എന്ന് പറയും, ജാഅത്ത് ബിൻതുൻ എന്ന് പറയും. ഫഇദാ ജാഅത്തി ത്വാമ്മ, അത്താമ്മ, അതിൻ്റെ അവസാനം താണ്ട്, ആ താളുള്ളത് കൊണ്ടാണ് അത് മുഅന്നസായത്, ഫീമെയിലായത്. അത്താമ്മ, താമ്മ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ്. അത്താമ്മ എന്ന് പറയുമ്പോൾ ആ വിപത്ത്. അൽ കുബ്ര, കബീർ, അതിൽ നിന്നാണ് കുബ്ര വന്നത്, വമ്പിച്ച. ഫഇദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര, എന്നാൽ ആ വമ്പിച്ച വിപത്ത് വരുന്ന സന്ദർഭം. താമ്മ എന്ന് പറഞ്ഞാൽ വിപത്ത് എന്നാണ്. അത് സാധാരണ വിപത്തല്ല, അൽ കുബ്ര, വമ്പിച്ച വിപത്താണ്, വലിയ വിപത്താണ്. ആ വിപത്ത് എന്താ? താമ്മത്തുൽ കുബ്ര. താമ്മ എന്നത് സത്യത്തിൽ ഒരു കേവല വിപത്തല്ല, മറിച്ച് കേൾക്കുന്നവന് അല്ലെങ്കിൽ കാണുന്നവന് ഒരു ഭീകരത ഉണ്ടാക്കുന്ന വിപത്തുകൾക്കാണ് താമ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര. ഇവിടെ താമ്മത്തുൽ കുബ്ര എന്ന് പറയുന്നത്, മഹാവിപത്ത് എന്ന് പറയുന്നത് യൗമുൽ ഖിയാമത്തിനെ സംബന്ധിച്ചാണ്, ഖിയാമത്ത് നാളിനെ കുറിച്ചാണ്. അതാണ് താമ്മ, മഹാവിപത്ത് എന്ന് ഇവിടെ പറഞ്ഞത് അതാണ്, ഇവിടെ ഉദ്ദേശിക്കുന്നത് അതാണ്. ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര. എന്തുകൊണ്ടാണ് ഇതിന് താമ്മ എന്ന് പേര് കിട്ടിയത്? ഖിയാമത്തിന്, അല്ലെങ്കിൽ ഖിയാമത്ത് നാളിന്. അന്ന് സംഭവിക്കുന്ന ഭീകരമായ വിപത്തുണ്ടാക്കുന്ന സംഭവങ്ങളാണ് ഇതിന് കാരണം. ഖിയാമത്ത് നാളിൽ ഉണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ പല സ്ഥലങ്ങളിലായി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വസ്സാഅതു അദ്ഹാ വ അമർ. അദ്ഹാ സൂറത്ത് ഖമറിലെ 46-ാമത്തെ വചനമാണ്. വസ്സാഅതു അദ്ഹാ വ അമർ. സാഅത്ത് എന്നത് അങ്ങനെയാണ്, അത് ഏറ്റവും വലിയ വിപത്തുണ്ടാക്കുന്നതാണ്, അത് വലിയ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതാണ് സത്യത്തിൽ അവിടെ വിപത്ത് എന്ന അർത്ഥം വരുന്ന ഈ പദം ഉപയോഗിക്കാനുണ്ടായ കാരണം. അപ്പോൾ അത് നമ്മൾ ശരിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ഈ സാഅത്ത് എല്ലാവർക്കും ഭയം ജനിപ്പിക്കുന്നതാണ്. വലിസ്സാഅത്തു മൗഇദുഹും അസ്സാഅത്തു വസ്സാഅത്തു അദ്ഹാ വ അമർ. വലിസ്സാഅത്തു മൗഇദുഹും, സാഅത്താണ് എന്ന് വെച്ചാൽ അന്ത്യസമയമാണ് അവർക്കുള്ള സന്ദർഭം. അതാകട്ടെ അത് അദ്ഹാ, ഏറ്റവും വലിയ വിപത്തുണ്ടാക്കുന്നതാണ്, ഏറ്റവും വലിയ ആപൽക്കരമാണ്. വ അമർ, അമറാണ്, ഏറ്റവും വലിയ കയ്പുണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ ഖിയാമത്തിന് ആ പേര് കിട്ടിയത്. അത്താമ്മ എന്ന പേര് കിട്ടാനുണ്ടായ കാരണം അതാണ്. ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര.
നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ ഖുർആൻ അന്നുണ്ടാകുന്ന അവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഹജ്ജ് തുടങ്ങുന്നിടത്ത് കാണാമല്ലോ, ഇന്ന സൽസലത്ത സ്സാഅതി ഷൈഉൻ അദീം. അന്നത്തെ ആ ഭയം, വിറപ്പിക്കൽ, അത് മഹാസംഭവമാണ്. എന്നിട്ട് ആ സംഭവം പറഞ്ഞത് വല്ലാത്തൊരു അനുഭവമാണ്. ഏത് മനുഷ്യനും ഉണ്ടാകുന്ന പ്രയാസമുണ്ടാക്കുന്ന ഒരു അനുഭവം. യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദിഅത്തിൻ അമ്മാ അർദഅത്. മുലയൂട്ടുന്ന എല്ലാ സ്ത്രീകളും മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ അവഗണിക്കുന്ന സമയം, ദിവസം. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ. ഗർഭമുള്ള എല്ലാവരും പ്രസവിക്കും. അത്ര ഭീകരമാണ് ഒച്ചയും ബഹളവും പ്രശ്നങ്ങളുമൊക്കെ, ഭയങ്കരമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാകുന്ന സമയത്ത് ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര, അപ്പോൾ ആ ഖിയാമത്ത് സംഭവിക്കുമ്പോൾ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. യൗമ, ആ ദിവസം എന്താണ്? യൗമ യതദക്കറു, ഓർമ്മിക്കപ്പെടുന്ന ദിവസമാണ്, ഓർമ്മിക്കുന്ന ദിവസമാണ്. തദക്കറ, ദിക്ർ എന്ന് പറഞ്ഞാൽ ഓർമ്മയാണല്ലോ, സ്മരണയാണല്ലോ. യൗമ യതദക്കറു, ഓർമ്മിക്കുന്ന ദിവസമാണ്. അൽ ഇൻസാൻ, മനുഷ്യൻ. മാ സഅ, സഅ യസ്അ എന്ന് പറഞ്ഞാൽ അധ്വാനിച്ചു, പരിശ്രമിച്ചു, നേടി എന്നൊക്കെയാണ്. മാ സഅ, അവൻ അധ്വാനിച്ചത്, അവൻ നേടിയത്, അവൻ പരിശ്രമിച്ച് ഉണ്ടാക്കിയത്, അതൊക്കെയാണ് മാ സഅ എന്ന് പറഞ്ഞത്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. മാ സഅ, മാ വേറെയാണ്, സഅ വേറെയാണ്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ, അതായത് മനുഷ്യൻ താൻ അധ്വാനിച്ച് വെച്ചതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം. ആ ദിവസത്തിൻ്റെ പ്രത്യേകത അതാണ്. മനുഷ്യൻ അവൻ്റെ എല്ലാ പ്രവൃത്തിയെക്കുറിച്ചും ഇങ്ങനെ അവൻ്റെ ഉള്ളിൽ വരും ഖിയാമത്ത് നാളിൽ. എല്ലാം, അത് നല്ലതും വരും ചീത്തയും വരും, ചെറുതും വരും വലുതും വരും. അതാണ് യതദക്കറു എന്ന് പറഞ്ഞത്. യതദക്കറു, യതദക്കറു എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്റിനെ കുറിച്ച് എന്താ മനസ്സിലാക്കി? ദിക്ർ എന്ന് പറഞ്ഞാൽ കേവലം മനസ്സിൽ വരുന്ന ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ബുദ്ധിയിൽ വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് അതോടൊപ്പം അതിൻ്റെ വിഷ്യനും കൂടി കാണുമ്പോഴാണ് ശരിക്കും ദിക്റാണ്. വിഷ്യൻ കാണണം, അതിനാണ്. അപ്പോൾ ഒറിജിനൽ ദിക്ർ എന്ന് പറഞ്ഞാൽ അതാണ്. അപ്പം അള്ളാഹു നമ്മൾ ദിക്ർ ചെയ്യുക എന്ന് പറയുമ്പം അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ട് ആ അള്ളാഹുവിൻ്റെ ആ ശക്തി കണ്ടിട്ട് നമ്മൾ പറയണം സുബ്ഹാനല്ലാഹ്. അതാണ് ഒറിജിനൽ ദിക്ർ. ആ പദം തന്നെ അങ്ങനെയാണ്. ഇവിടെയും അതാണ്. യൗമ യതദക്കറുൽ ഇൻസാൻ എന്ന് വെച്ചാൽ മനുഷ്യൻ അവൻ്റെ പ്രവർത്തനങ്ങളെ ഓർക്കുക മാത്രമല്ല, മറിച്ച് അവനിങ്ങനെ മുമ്പിൽ കാണും, ഒരു സ്ക്രീനിൽ കാണുന്ന മാതിരി ഇങ്ങനെ കാണുമെന്ന്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. സൂറത്ത് ആൽ ഇംറാനിൽ പറയുന്നുണ്ട്, യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ. വല്ലാത്തൊരു വാക്കാണ്. മനുഷ്യൻ അന്നത്തെ അവസ്ഥ അതാണ്. അന്ന് മനുഷ്യൻ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങളും എത്ര ചെറുതായാലും വലുതായാലും അത് അവൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടും. അതാണ് സൂറത്ത് ആൽ ഇംറാനിലെ 30-ാമത്തെ വചനമാണ്. യൗമ തജിദു കുല്ലു നഫ്സിൻ മാ അമിലത് മിൻ ഖൈരിൻ മുഹ്ദറ വമാ അമിലത് മിൻ സൂഇൻ. രണ്ടും, സൂ ആയാലും ഖൈറായാലും, നന്മയായും തിന്മയായും താൻ പ്രവർത്തിച്ച ഓരോ കാര്യവും തൻ്റെ മുമ്പിൽ ഇങ്ങനെ വരും. നമ്മൾ കണ്ടില്ല സ്ക്രീനിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകണ, അതേപോലെ അങ്ങനെ വരും. അതാണ് ശരിക്കും മുഹ്ദർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ മുമ്പിൽ ഇങ്ങനെ വരും. വല്ലാത്തൊരു ദിവസമാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതാണ് യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ എന്ന് പറഞ്ഞത്. ശരിക്കും ഇങ്ങനെ വരും. നമുക്കൊരിക്കലും അതിനൊന്നും ചെയ്യാൻ കഴിയില്ല. എന്നിട്ട് നമ്മൾ ആഗ്രഹിക്കും നാപ്പോ തവദ്ദു ലൗ അന്ന ബൈനഹ വബൈനഹു അമദൻ ബഈദ. ആ ചീത്ത പ്രവർത്തനങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചു പോകും, ഓ അതിൻ്റെയും നമ്മുടെയും ഇടയിൽ വലിയ ദൂരമുണ്ടായെങ്കിൽ എന്ന്, വലിയ ദൂരമുണ്ടായെങ്കിൽ എന്ന്. ഇത് അള്ളാഹു നേരത്തെ പറഞ്ഞുതരാം. വയുഹദ്ദിറുകുമുല്ലാഹു നഫ്സ. അള്ളാഹു തന്നെപ്പറ്റി താക്കീത് നൽകുകയാണ്.
അല്ലാഹു റഊഫും ബിൽ ഇബാദ്, അള്ളാഹു ദാസന്മാരോട് വളരെ ദയവുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ കാര്യം നേരത്തെ പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഒരു സംഭവമുണ്ട്. യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ. അപ്പം ശരിക്കും അവന് ഖേദം വരും. സമയം കഴിഞ്ഞല്ലോ, ഖിയാമത്ത് നാളിലാണ്, ഇനിയിപ്പോൾ ഓർത്തിട്ട് കാര്യമില്ലല്ലോ. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ഓർക്കേണ്ടത് എന്താ വെച്ചാൽ, ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഈ സമയം ഭയങ്കര ഏറ്റവും വാല്യൂ ഉള്ള സാധനം സമയമാണ്. ഒരു സെക്കൻഡ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാൽ പോയത് തന്നെ. ഒരു സെക്കൻഡ് പോയാൽ പോയത്, അത് തിരിച്ചു വരില്ല, തിരിച്ച് കിട്ടൂല. അത് കഴിഞ്ഞു, നമ്മുടെ ആയുസ്സിൽ നിന്നത് വിട്ടുപോയി. അപ്പം ശരിക്ക് ഈ ആയത്ത് നമ്മൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഉണരണം, നമ്മുടെ ഹൃദയം ഉണരണം. നമ്മൾ മനസ്സിലാക്കണം, ഒരു യൗമു തദക്കുർ വരാനുണ്ട്. യൗമുൽ ഖിയാമത്ത് മാത്രമല്ല, യൗമു തദക്കുർ, അങ്ങനെ നമുക്ക് പേരിടാം അതിനെ. യൗമു തദക്കുർ, നമ്മൾ ചെയ്തു പോയ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ കൺമുമ്പിൽ വന്ന് അതിനെ നമ്മൾ ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അതാണ് ഈ സമയം ഒരു സെക്കൻഡ് കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കണം. അതാണ്, അത് ഓർത്താലേ നമുക്ക് കാര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അള്ളാഹുവിലേക്ക് മടങ്ങാൻ കഴിയും. അതാണല്ലോ നമ്മൾ ആലോചിച്ച് നോക്കും. നമ്മൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം ചെയ്ത പലതും മറന്നു പോയിട്ടുണ്ടോ? ഇപ്പം മറന്നു പോയിട്ടുണ്ടോ? ഇല്ലല്ലോ, മെമ്മറിയിലില്ല. ഞാനൊക്കെ പറ്റ മറന്നു പോയിട്ട് മറന്നുപോകും. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, എത്ര മറന്നാലും അവിടെ എത്തുമ്പം അവിടെ വേറെ സൃഷ്ടിപ്പാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലായി. മാത്രമല്ല അവിടെ ഇത് ഇങ്ങനെ മാത്രമല്ല, രേഖയായും തരില്ല. ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. രേഖയായി തരാം. നമ്മൾ പറഞ്ഞതും ചെയ്തതും ചിന്തിച്ചതും ഒക്കെ രേഖയായിട്ട് തരിക, കിതാബായിട്ട് തരിക. ഇഖ്റ കിതാബക് എന്നാ പറഞ്ഞു. നിൻ്റെ പുസ്തകം വായിച്ചു നോക്കണോ. കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ. നിനക്കെതിരിൽ ഇന്ന് വിചാരണക്ക് നിൻ്റെ ഈ പുസ്തകം തന്നെ മതി, നിൻ്റെ ബുക്ക് തന്നെ മതി. അപ്പോൾ അതാണ്, ഇത് വല്ലാത്തൊരു സമയമാണ് യൗമു തദക്കുർ എന്ന് പറഞ്ഞാൽ. യൗമ ഇദി യതദക്കറുൽ ഇൻസാനു മാ സഅ. എല്ലാ മനുഷ്യരും അവർ അധ്വാനിച്ചുണ്ടാക്കിയ ചെയ്ത പ്രവർത്തനങ്ങളെ ഓർക്കുന്ന ഒരു ദിവസം. സൂറത്തുൽ ഫജ്ർ നമ്മൾ വായിക്കുമ്പോൾ അതിലും ഉണ്ട്. സൂറത്തുൽ ഫജ്റിൽ ഇതേ വാക്കുണ്ട്. എന്താ? യൗമഇദി യതദക്കറുൽ ഇൻസാൻ വഅന്നാ ലഹു ദിക്റ. വഅന്നാ ലഹു ദിക്റ. അള്ളാഹു ചോദിക്കുക, വഅന്നാ ലഹു ദിക്റ, എന്താ ഓർത്തിട്ട് കാര്യം? ഇനി വല്ല കാര്യമുണ്ടോ? യൗമു തദക്കുറില്ല. നമ്മൾ ശരിക്കും ചിന്തിക്കണം എന്ന് മാത്രമല്ല, ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിശേഷിച്ചും നമ്മൾ ചെയ്ത ചീത്ത പ്രവർത്തനങ്ങൾ ഇങ്ങനെ മുമ്പിൽ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ആ ചീത്ത പ്രവർത്തനങ്ങൾ കാരണം നമ്മൾ ചെയ്ത നന്മകളേക്കാൾ ചീത്ത അധികമാണെങ്കിൽ നമ്മൾ എവിടെ പോകും? നരകത്തിൽ പോകും. ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു സംഭവം ഉണ്ടാണ്. അതാണ് അടുത്ത ആയത്ത്. ഇതൊക്കെ ശരിക്കും ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ വിഷൻ ചെയ്ത് കാണുങ്ങൾ. എന്താണ് അടുത്തത്? വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. നമ്മളിങ്ങനെ നമ്മളെ തിന്മകളിങ്ങനെ കാണുകയാണ്. ആ കാണുന്ന സമയത്ത് അതാ വബുരിസ, ബറസ എന്ന് പറഞ്ഞാൽ പുറത്തു കൊണ്ടുവന്നു, വെളിക്ക് കൊണ്ടുവന്നു, പ്രദർശിപ്പിച്ചു എന്നൊക്കെ. വബുരിസത്ത്, വെളിക്ക് വരുത്തപ്പെടുകയും ചെയ്യുന്നു, പ്രദർശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ബുരിസ, വബുരിസ, ബറസ, അതിനാണ് ബറസ, അതാണ് അതിൻ്റെ ഒറിജിനൽ. ബറസ യബുർ. വബുരിസ, വെളിക്ക് വരുത്തപ്പെടുകയും ചെയ്യുന്നു. അൽ ജഹീം, ജഹീം നരകത്തിൻ്റെ ഒരു പേരാ. ജഹീം കത്തിച്ചൊലിച്ചു നിൽക്കുന്നതാണ് ജഹീം. അതുകൊണ്ടാണ് ജഹീം എന്ന് പേരിട്ട്. എപ്പോഴും കത്തിക്കൊണ്ടിരിക്കും. നമ്മൾ കണ്ടില്ലേ ചില ചൂളൊക്കെ? അതേപോലെ ഈ ഇഷ്ടികയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയാൽ ഞങ്ങൾ കാണും. എൻ്റെ നേരെ മുകളിൽ പോയി താഴേക്ക് നോക്കിയാൽ ശരിക്കും നരകം കാണാം. നരകത്തിൻ്റെ ഒരു രൂപം കാണാം. അത് ജഹീമാണ്. ഇങ്ങനെ ചൂള ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാ. യറാ, ലിമൻ യറാ, കാണുന്നവർക്ക്. യറാ, റആ എന്നതിൻ്റെ മുദാരിയാണ് യറ. റആ യറ, കണ്ടു, കാണുക എന്നുള്ള.
വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ, കാണുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടുന്ന ദിവസം. നരകം വെളിവാക്കുന്ന രീതി ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബുർരിസ. ബുർരിസ എന്ന് പറഞ്ഞാൽ എന്താ അറിയും? സാധാരണ വെളിവാകണേന്ന് ലഹറ എന്നൊക്കെ പറയാം. ലഹറ ലഹറു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. ബുർരിസ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ പെടുന്നതിനെ ഒരു സ്ക്രീനാണ് മാറുന്നത്, എന്നിട്ടാണ് കാണുക. അതിനാണ് ബുർരിസ. ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്താണ് എന്ത് ഈ നരകമുള്ളത്. ഒരു സ്ക്രീൻ പെട്ടെന്ന് അങ്ങോട്ട് മാറുക. ഒരു വല്ലാത്തൊരു രംഗമായിരിക്കും. ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു, ഫകശഫ്നാ അൻക ഗിതാഅക്. ഗിതാ എന്ന് പറഞ്ഞ ആ സ്ക്രീന് മൂടിയ. ഫകശഫ്നാ അൻക ഗിതാഅക് ഫബസറുക അൽയൗമ ഹദീദ്. അപ്പം എൻ്റെ കണ്ണിന് ഭയങ്കര മൂർച്ച ഉണ്ടാവും. ആ മൂർച്ച കൊണ്ട് കാണുന്നത് ഈ നരകമായിരിക്കും. വല്ലാത്തൊരു കാഴ്ചയാണ് അത്. മനുഷ്യന് ഒരിക്കലും ആലോചിക്കാൻ പറ്റാത്തൊരു കാഴ്ച. നിങ്ങൾ ആലോചിക്കൂ, നമ്മളിതിങ്ങനെ നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെടുന്നതാ വബുർരിസത്തിൽ ജഹീമു ലിമൻ യറാ. കാണാൻ കഴിയുന്ന എല്ലാവർക്കും അവരുടെ മുമ്പിൽ നരകം ഇങ്ങനെ അങ്ങോട്ട് വെളിവാകും. സൂറത്ത് ശുഅറാലും പറയുന്നുണ്ട്, വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. ഗാവീൻ, ഗവാ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗം ആളുകളാണ്. തിന്മകൾ നന്മകളെക്കാൾ അധികരിച്ചവർ. അതാണ് വബുർരിസത്തിൽ ജഹീമു ലിൽ ഗാവീൻ. സുബ്ഹാനല്ലാഹ്, ശരിക്കും ശ്രദ്ധിക്കണേ. പിന്നെ ഖുർആനിൽ ഇങ്ങനെ ഈ അറബി ഭാഷയുടെ നിയമം അനുസരിച്ചും ഖുർആനിലും വെളിവാകണേനൊക്കെ പറഞ്ഞ വാക്ക് ലഹറാന്ന. അൽഹറാന്ന. ഇവിടെ ആ പദമല്ല പറഞ്ഞത്, ഇവിടെ ബുർരിസ എന്ന് പറഞ്ഞ്. അതിൻ്റെ കാരണം ഇതാ, ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് വരിക. അപ്പോൾ എല്ലാവർക്കും ആർക്കൊക്കെ കാണാൻ കഴിയുമോ അവർക്കൊക്കെ ഇത് കാണാൻ കഴിയും. അവൻ്റെ മുമ്പിൽ ഇങ്ങനെ കത്തിച്ചൊലിക്കുന്ന നരകം ഇങ്ങനെ കാണും. അപ്പോൾ അവൻ ശരിക്കെന്താവും? ബോധ്യമാവും. അപ്പോൾ അതാണ് നോക്കൂ, ഇതുവരെ അല്ലാഹു തആല പറഞ്ഞിരുന്നത് ഈ ഫൈദാ ജാഅത്തി തമ്മത്തുൽ കുബ്ര. അതിൻ്റെ മുമ്പ് വരെ എന്താ പറഞ്ഞത്? മതാഅൻ ലക്കും വലിയ അൻആമിക്കും. അള്ളാഹുവിൻ്റെ ഒരുപാട് സൃഷ്ടിപ്പിലുള്ള അത്ഭുതങ്ങളും ദൃഷ്ടാന്തങ്ങളുമാണ് പറഞ്ഞത്, അല്ലേ? എന്നിട്ടാണ് അള്ളാഹു ഇത് പറയുന്നത്. എന്താ വെച്ചാൽ ഈമാനിൻ്റെ ഫലം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിലെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ട് നമുക്കുണ്ടാകേണ്ടത് ഈമാനാണ്. ആ ഈമാനിൻ്റെ ഫലം കാണേണ്ട ദിവസമാണ് എന്ത്? ഖിയാമത്ത് നാൾ. മനസ്സിലായില്ലേ? അപ്പോൾ അതിൽ നിന്നാണ് ഇങ്ങോട്ട് മാറിയത്. അള്ളാഹുവിൻ്റെ വലിയ ആയത്തുകളെക്കുറിച്ച് വിശദീകരിച്ച് വരുന്നതിനിടക്കാണ് എന്ത് പറഞ്ഞത്? ഈ മഹാവിപത്തായ അവസാന ദിവസത്തെക്കുറിച്ച് എന്തിനാന്ന് ചോദിച്ചാൽ, നോക്കൂ, നമ്മളെപ്പോഴും ചിന്തിക്കണം. ഈ തദബ്ബുറും തഅമ്മുലുമൊക്കെ നമ്മളെ എത്തിക്കേണ്ടത് ഖശ്യത്തിലേക്കാണ്. ആ രണ്ട് പദം എല്ലാവരും പഠിച്ചു വെക്കണം. തദബ്ബുർ, ഖുർആനെ പറ്റി എന്ത് ചെയ്യാണ്? ഇങ്ങനെ ചിന്തിക്കുകയാണല്ലോ ഈ ഓരോന്നും. അവസാനം ചിന്തിച്ച് നമ്മൾ എത്തി ഇവിടെ മതാഅൻ ലക്കും വലിയ അൻആമിക്കും. ചിന്തിക്കണം. ആ ചിന്ത എങ്ങോട്ടാ എത്തണ്ടേ? ചിന്ത കൊണ്ട് എന്താ കാര്യം? ഖശ്യത്തിലെത്തണം. അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു ബഹുമാനത്തോടു കൂടിയുള്ള ഒരു ഭയം ഉണ്ടാകേണ്ടത്. അതിനാണിത് ഇങ്ങനെ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അതാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നോക്കൂ, എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്നാമതായി ഈ 3 ആയത്തുകളിൽ നമ്മൾക്ക് കിട്ടേണ്ട ഒരു ഈമാനിക പാഠമുണ്ട്. അതൊന്ന്, ഇത് സംഭവിക്കും. ഈ താമത്തുൽ കുബ്ര എന്നത് എന്തുണ്ടാവും? സംഭവിക്കും, ഒരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അമലുസാലിഹാത്തുകൾ ചെയ്ത് അതിന് തയ്യാറാവും. അമലുസാലിഹാത്തുകളിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ യൗമുത്ത് തദക്കുർ പറഞ്ഞല്ലോ, ആ യൗമുത്ത് തദക്കുറിൻ്റെ അന്ന് നമുക്ക് ഖേദമില്ലാതിരിക്കണമെങ്കിൽ, സങ്കടമില്ലാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സിലായില്ലേ? അതിൻ്റെ ഏറ്റവും അവസാനത്തെ രംഗമാണ്, അതാണ് മൂന്നാമത്തേത്, ബുർരിസത്തിൽ ജഹീം എന്ന് പറയുന്ന ആ രംഗം. അത് ശരിക്കും നമ്മളെ നോക്കൂ, എല്ലാ രഹസ്യമായി ചെയ്യുന്ന തിന്മകളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇതാണ്, ഈ 3 ആയത്തുകൾ. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുക, എല്ലാ
നോക്കൂ, എത്ര വലിയ ആപത്തുകളെയും മറപ്പിച്ച് കളയുന്ന, ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് ഖിയാമത്ത് നാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിന് താമത്തുൽ കുബ്ര എന്ന് പറയുന്നത്. അതൊരു വ്യക്തി എന്ന നിലക്ക് നമുക്ക് ഫീൽ ചെയ്യണതാണ് എന്ത്? യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ എന്ന് പറഞ്ഞു. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് നമുക്ക് അനുഭവപ്പെടും. അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വെച്ചാൽ എന്ത് കാര്യം നമ്മൾ മറന്നാലും അന്ന് ഓർമ്മ വരും. അതാണ് യതദക്കർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? നമ്മൾ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങൾ, അത് ചെറുതായാലും വലുതായാലും ഒന്നൊഴികാതെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ വരും. അപ്പോഴാണ് നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ബോധം നമുക്കുണ്ടാകുന്നത്. അതിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് എന്തായി? വബുരിസത്തിൽ ജഹീമു ലിമൻ യറ. ആ സ്ക്രീനാണ് മാറി, ഈ ജഹീമ് കണ്ടു. ഇല്ല, അടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഈ അങ്ങനത്തെ ആളുകളുടെ അനുഭവം. അത് പറഞ്ഞല്ലോ, വബുരിസത്തിൽ ജഹീമുലിൽ ഗാവീൻ പറഞ്ഞല്ലോ. ഗാവീൻ എന്ന് പറഞ്ഞാൽ ഈ ആളുകളാണ്. തിന്മകൾ നന്മകളെക്കാൾ അധികരിച്ചവർ. അവരാണ് പോകുന്നത് അങ്ങോട്ട് നരകത്തിലേക്ക്. അവരാണ് ഇങ്ങനെ കാണുക. മനസ്സിലായില്ലേ? എല്ലാവരും അതിൻ്റെ അടുത്ത് കൂടെ പോകും. സ്വർഗത്തിലേക്ക് പോകുന്നവരും ഇതിൻ്റെ അടുത്ത് കൂടെ അല്ല, എൻ്റെ മേലെ കൂടെ പോകും. മനസ്സിലായില്ലേ? സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ മേലെയുള്ളത്? നരകത്തിൻ്റെ മേലെയുള്ളത്. അതിൻ്റെ മേലെ കൂടെയാണ് എല്ലാവരും പോണത്. പക്ഷേ ഇവർക്ക് അങ്ങനെയല്ല. ഇവരുടെ മുമ്പിൽ ഇതൊരു പ്രത്യേകമായ രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടും. അതാണ് ബുരീസത്ത് എന്ന് പറഞ്ഞത്. فَأَمَّا مَنْ طَغَى وَآثَرَ الْحَيَاةَ الدُّنْيَا فَإِنَّ الْجَحِيمَ هِيَ الْمَأْوَى. അതാണ്. ആർക്കാണ് ജഹീം എന്നാണ് ഈ പറഞ്ഞത്. ഫഅമ്മാ മൻ തഗാ, എന്നാൽ ആർ അതിര് കവിഞ്ഞുവോ. തഗാ എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞു എന്നാണ്. അള്ളാഹു എല്ലാറ്റിനും ഒരു ഹദ് നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു ഹദ് പറഞ്ഞാൽ ഒരു ബോർഡർ ഉണ്ട് എല്ലാത്തിനും. ആ ബോർഡർ വിട്ട് കിടക്കണതിനാണ് എന്ത് പറയാ? തഗാ പറയാം. താഗിയ. ഫഅമ്മാ മൻ തഗാ. അപ്പം തുഗ്യാൻ എന്നാണ് എൻ്റെ ഇസ്മ്. തഗാ എന്നുള്ളത് ഫിഅലാണ്, വെർബാണ്. തുഗ്യാൻ എന്നാണ്. എന്താ തുഗ്യാൻ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിലായാലും ഹദ്, പരിധി കടക്കണതിനാണ് എന്ത് പറയാം? തുഗ്യാൻ എന്ന് പറയാം. അത് കുഫ്രായാലും ദുൽമായാലും എല്ലാം ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളെയും ഇച്ഛകളെയും പിൻപറ്റുന്ന വിഷയത്തിലായാലും ഒക്കെ. മനസ്സിലായില്ലേ? പക്ഷേ ഈ തുഗ്യാൻ തുടങ്ങി എവിടുന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ കൽബിൽ നിന്നാണ്. തുഗ്യാൻ്റെ തുടക്കം കൽബിൽ നിന്നാണ്. കൽബിനൊരിക്കലും അള്ളാഹുവിനോട് വിധേയത്വം തോന്നാത്ത അവസ്ഥ വരിക. അതാണ് തുഗ്യാൻ്റെ തുടക്കം. അത് പിന്നെ നമ്മുടെ എല്ലാ അവയവങ്ങളിലേക്കും ഇങ്ങനെ പ്രതിഫലിക്കും. ആദ്യം തുടങ്ങുക അവിടുന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് ഫഅമ്മാ മൻ തഗാ. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ മനുഷ്യരുടെയും ശരീരത്തിൽ നന്മയും തിന്മയുമുണ്ട്. രണ്ടിൻ്റെയും വിത്തുകളുണ്ട് എല്ലാവരുടെ ശരീരത്തിലുണ്ട്, എല്ലാ മനുഷ്യൻ്റെയും. അതൊരു പരീക്ഷണം എന്നുള്ള നിലക്കാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വിത്ത് നമ്മളതിനെ എപ്പോഴാണ് അത് വളരുക? അതിന് നമ്മൾ വെള്ളം കൊടുത്ത് അതിനെ വളർത്തുമ്പോൾ. അപ്പോൾ നമ്മളിലുള്ള തിന്മയുടെ വിത്ത് നമ്മൾ വളർത്തുന്ന രീതിയാണ് എന്ത്? തഗാ എന്ന് പറഞ്ഞാൽ. ഫഅമ്മാ മൻ തഗാ. മനസ്സിലായില്ലേ? അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഈ ഷഹ്വത്ത്, നമ്മുടെ ഇച്ഛകൾ, ദേഹേച്ഛകൾ, ഇഷ്ടങ്ങൾ, അതൊക്കെ ഇതിൻ്റെ ഒരു തരം വെള്ളവും വളവുമാണ്. മനസ്സിലായില്ലേ? അതിൻ്റെ പിന്നാലെ പോയാൽ ഇതങ്ങോട്ട് വളരും. അതാണ് ഫഅമ്മാ മൻ തഗാ. അങ്ങനത്തെ ആളുകൾക്ക് എന്ത് സംഭവിക്കും? വആസറൽ ഹയാത്തദ് ദുനിയാ. അതാണ് വആസറ, അവൻ പ്രാധാന്യം നൽകുകയും ചെയ്യും. ആസറ യുസിറു എന്ന് പറഞ്ഞാൽ അതാണ് പ്രാധാന്യം നൽകുക. എന്തിന്? അൽ ഹയാത്തദ് ദുനിയ. ഹയാത്തുദ് ദുനിയക്ക്, ഐഹിക ജീവിതത്തിന് ഏറ്റവും താഴ്ന്ന ജീവിതം അതാണ് ദുനിയ എന്ന് പറഞ്ഞത്. ദുനിയ എന്ന് പറഞ്ഞാൽ ഭാഷയിൽ താഴ്ന്നത് എന്നാണ്. നമ്മൾ പറയല്ലേ, എന്താണ് പറ്റ മോശമായത് തറ എന്നൊക്കെ പറയില്ലേ? തറ സംസ്കാരം എന്നൊക്കെ ദുനിയ തറയാണ്.
വആസറൽ ഹയാത്ത ദുനിയ, ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ. അപ്പം ഈ തുകയാൻ വന്നാൽ എന്ത് വരും? ഇത് വരും. ഇഹലോക ജീവിതത്തിന് ഭയങ്കര പ്രാധാന്യം വരും. ആസറ, ആസറ എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ, ഇവിടെ അള്ളാഹു ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞോ? ഇഹലോക ജീവിതത്തെ സ്നേഹിക്കുക എന്നല്ല പറഞ്ഞത്, ആസറ എന്നാണ് പറഞ്ഞത്. അഹബ്ബ എന്ന് പറഞ്ഞില്ല. ദുനിയാവിനോട് സ്നേഹം ആർക്കും ഉണ്ടാവും, സ്നേഹം ഉണ്ടായിക്കോട്ടെ, സ്നേഹമല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുക, അതാണ് പ്രശ്നം. അതാണല്ലോ ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ പറഞ്ഞില്ലേ, ബൽ തുസിറൂനൽ ഹയാത്ത ദുനിയ. അതാണ് ഹുബ്ബ് ദുനിയാവിനോട് ഉണ്ടാകാം, അതുണ്ടാവും. അത് നമ്മുടെ ഉള്ളിൽ അള്ളാഹു ഉണ്ടാക്കിയ ഒരു അനുഭവമാണ്. അതില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മൾ ജോലിക്ക് പോകില്ല, നമ്മൾ മക്കളെ സ്നേഹിക്കില്ല, കുടുംബത്തെ സ്നേഹിക്കില്ല, ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് ഹുബ്ബുണ്ടാവും. ഹുബ്ബല്ല അവിടെ പറഞ്ഞേ, പിന്നെ ആഖിറയാണ്. ദുനിയാവിനോട് നമുക്ക് സ്നേഹം ഉണ്ടാകാം, പക്ഷെ എന്തുണ്ടാകാൻ പാടില്ല? ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം കൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതാണ് ആസറൽ ഹയാത്ത ദുനിയ. അപ്പോൾ നോക്കൂ, ആഖിറത്ത് എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? ഈ ദുനിയാവിനേക്കാൾ ആഖിറത്തിന് പ്രാധാന്യം നൽകാൻ കഴിയുള്ളൂ. അതാണ്, അപ്പോഴേ കഴിയുള്ളൂ, അല്ലെങ്കിൽ കഴിയില്ല. അത് നമ്മൾ ശരിക്കും പരിശോധിച്ചാൽ മതി. നമ്മളൊരു വിഷയത്തിൽ ആഖിറത്തിനേക്കാൾ ദുനിയാവിന് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമുക്ക് എന്താ ആഖിറത്ത് എന്ന് മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം. മനസ്സിലായില്ലേ? അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. അപ്പം ഇതാണ് ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ, അവരാണ് എന്ത് കാണുക? ഫഇന്നൽ ജഹീമ, തീർച്ചയായും കത്തിജ്വലിക്കുന്ന ജഹീം, നരകം എന്താണ്? ഹിയൽ മഅ്വ, അത് തന്നെയാണ് അവരുടെ സങ്കേത സ്ഥാനം. മഅ്വ, അവ എന്ന് പറഞ്ഞാൽ അഭയം തേടി, സങ്കേതമാക്കി എന്നൊക്കെയാണ്. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയം തേടിയ സ്ഥലം. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ, കത്തിജ്വലിക്കുന്ന നരകമാണ് അവരുടെ സങ്കേതം. അപ്പോൾ ആരാ ജഹീമിലേക്ക് പോകുക എന്ന് മനസ്സിലായല്ലോ? ആരാ ജഹീമിലേക്ക് പോവുക? ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ. മഅ്വ എന്ന് പറഞ്ഞാൽ അതാണ്. മഅ്വ, അഭയസ്ഥലം, താമസിക്കുന്ന സ്ഥലം, ഇതിനൊക്കെ മഅ്വ പറയും. നമ്മൾ രാത്രി പോയി ഉറങ്ങുന്ന സ്ഥലം, അത് മഅ്വ ആണ്. അപ്പം ഇത്തരം ആളുകളുടെ മഅ്വ എന്താണ്? ജഹീമാണ്. മനസ്സിലായില്ലേ? അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം എന്നർത്ഥം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കൂ, ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ രണ്ട് സംഗതികളും പറഞ്ഞത് ഫഇദാ ജാഅത്തി താമ്മത്തുൽ കുബ്ര യൗമ യതദക്കറുൽ ഇൻസാനു മാ സഅ വബുരിസത്തിൽ ജഹീമു ലിമൻ യറ. ഇനി ഇത് ഓതുമ്പോൾ നമ്മളെ മുമ്പിൽ ആ വിഷൻ ഇങ്ങനെ വരണേ. ആർക്കാണ് ഈ ജഹീം? ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്ത് പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത്? മൂസായുടെയും ഫിറഔൻ്റെയും കഥ പറഞ്ഞ ശേഷമാണ് ഇത് പറയുന്നത് അല്ലേ? മൂസായുടെയും ഫിറഔൻ്റെയും കഥ പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? ഫഅറാഹുൽ ആയത്തൽ കുബ്ര ഫകദ്ദബ വഅസാ. അത് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഇത് പറയുന്നത്. മനസ്സിലായില്ലേ? ആ കദ്ദബ വഅസാ എന്ന ഒരു രൂപം, അതൊരു ഒരു ഒരു മോഡൽ, ഫറോവ മോഡൽ പറഞ്ഞു തന്നിട്ട് പറയാണ്, ആ ഫറോവ മോഡലിൽ ജീവിച്ചാൽ അവരാണ് ആര്? ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ. എന്തുകൊണ്ടാണ് ഫിറഔന് വിശ്വസിക്കാൻ സാധിക്കാതെ പോയത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു നബി നേർക്കുനേരെ ചെല്ലല്ലേ? ഫിറഔൻ വളർത്തിയ നബിയാണ്, നേർക്കുനേരെ ചെല്ലാണ്. തൻ്റെ പോറ്റ് മകനാണ്, നേർക്കുനേരെ ചെല്ലാണ്. എന്നിട്ട് മുമ്പിൽ എല്ലാത്തരം ആയത്തുകളും ദൃഷ്ടാന്തങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. വളരെ മാന്യമായാണ് സംസാരിച്ചത്. ലഅല്ലഹു യതദക്കറു ഔ യഖ്ശാ എന്നാണ് പറഞ്ഞത്. നിങ്ങൾ അവനോട് ഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ എന്നാണ് പറഞ്ഞു. സോഫ്റ്റായ സംസാരിക്കാവൂ, വളരെ സോഫ്റ്റായ പറഞ്ഞു. എന്നിട്ടൊന്നും വിശ്വസിച്ചില്ല, വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെന്താന്ന് ചോദിച്ചാൽ ഇതാണ് കാരണം. ഫഅമ്മാ മൻ തഗാ വആസറൽ
എല്ലാ പരിധികളും വിട്ടു. അന റബ്ബുക്കുമുൽ അഅല എന്നൊക്കെ പറഞ്ഞാൽ പിന്നെന്താ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ പ്രവർത്തനത്തിലും വാക്കുകളിലുമൊക്കെ പരിധി വിട്ടാൽ ഫറോവ മാതിരി മനുഷ്യന്മാരായിത്തീരും. അതാണ്. നമുക്ക് ഒരിക്കലും ഖുർആനിൽ പറയുന്ന കഥകൾ ചരിത്രമല്ല. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ചരിത്രത്തിന് വേണ്ടിയല്ല ഖുർആൻ കഥ പറയുന്നത്. പിന്നെ എന്തിനു വേണ്ടിയാ? ഇബ്രത്തിന് വേണ്ടിയാ, ഗുണപാഠത്തിന് വേണ്ടിയാ, തെർബിയത്തിന് വേണ്ടിയാ. 2 ലക്ഷ്യമാണ് ഖുർആനിലെ കഥകൾക്കുള്ളത്. ഒരിക്കലും ചരിത്രമല്ല. ഖുർആനിലെ ചരിത്ര കഥകൾ എന്ന് പറഞ്ഞാൽ നമ്മളതിന് തള്ളരുത്. അതൊരു ചരിത്രമല്ല. മറിച്ച് അതെന്തിനാന്ന് ചോദിച്ചാൽ അത് നമുക്ക് ഇബ്രത്തിനുള്ളത്. ഇബ്രത്ത്, ഗുണപാഠം കിട്ടണം, തെർബിയത്ത് കിട്ടണം, ഈമാനികമായ തെർബിയത്ത് കിട്ടണം. ഇതൊക്കെ ഈ ഫറോവയുടെ കഥ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ഫറോവയുടെ സംഭവം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ആയത്ത് വായിക്കുമ്പോൾ ശരിക്ക് നമ്മൾ ആലോചിക്കണം, നമ്മൾ എവിടെയെങ്കിലും ഫറോവയായി പോയിട്ടുണ്ടോ എന്ന്, അഥവാ തോയാൻ വന്നിട്ടുണ്ടോ, അസറൽ ഹയാത്ത് ദുനിയ വന്നിട്ടുണ്ടോ ശ്രദ്ധിക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കുക നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് അല്ലാഹു തആല ഇവിടെ പറഞ്ഞ സംഗതി. ഇനി വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. നേരത്തെ പറഞ്ഞത് ഫഅമ്മാമൻ തഗാൻ. ഇവിടെയോ വഅമ്മാമൻ. അമ്മ എന്നത് നോക്കൂ, അമ്മ എന്നത് സാധാരണ അറബിയിൽ പ്രയോഗിക്കുക. അമ്മ എന്ന അറബിയിൽ പ്രയോഗിക്കുക എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഒരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ നേരെ വിപരീതമായത് പറയണമെങ്കിൽ അമ്മ പറയും. മനസ്സിലായില്ലേ? ഇവിടെ ഞാൻ എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയാൻ പോണത്. എന്താ പറയാൻ പോണത്? വഅമ്മാമൻ ഖാഫ. വഅമ്മാമൻ ഖാഫ. അപ്പോൾ ഏതൊരാൾ ഭയപ്പെട്ടുവോ, ഖാഫ എന്ന് പറഞ്ഞാൽ പേടിച്ചു എന്ന്. മൻ എന്ന് പറഞ്ഞാൽ ഒരാൾ. വഅമ്മാമൻ ഖാഫ. അപ്പോൾ ഏതൊരാൾ ഭയപ്പെട്ടുവോ, മഖാമ റബ്ബിഹി. ഖാമ എന്ന് പറഞ്ഞാൽ നിന്നു എന്ന്. ഖാമ യഖൂമു, എല്ലാവർക്കും അറിയാലോ. മഖാം എന്ന് പറഞ്ഞാൽ നിൽക്കൽ, അല്ലെങ്കിൽ നിൽക്കുന്ന സ്ഥലം ഒക്കെയാണ് മഖാം. മഖാമു ഇബ്രാഹിം ഒക്കെ കേട്ടിട്ടില്ലേ? അതന്നെ. മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന്, തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിന് ഒരാൾ ആർ ഭയപ്പെടുന്നുവോ, എന്നിട്ട് വനഹൻ നഫ്സ. നഹ എന്ന് പറഞ്ഞാൽ നിരോധിച്ചു, തടഞ്ഞു, വിലക്കി എന്നൊക്കെയാണ് നഹ. നഹൻ നഫ്സ, അവൻ മനസ്സിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു, മനസ്സിനെ വിലക്കുകയും ചെയ്തു. അതാണ് നഹ. വനഹൻ നഫ്സ. അങ്ങനെ അവൻ മനസ്സിനെ വിലക്കി നിർത്തുകയും ചെയ്തു. എന്തിൽ നിന്ന്? അൻ അൽ ഹവ, ഹവയിൽ നിന്ന്. അൻ എന്ന് പറഞ്ഞാൽ നിന്നുന്ന, ഹവ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ദേഹേച്ഛ. അനിൽ ഹവ, ദേഹേച്ഛയിൽ നിന്ന്. അപ്പം എന്തായി? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഒരാൾ ഭയപ്പെട്ടുവോ, വനഹൻ നഫ്സ അനിൽ ഹവ, എന്നിട്ട് മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ അവൻ. വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ. അപ്പോൾ ഏതൊരാൾ തൻ്റെ രക്ഷിതാവിൻ്റെ സ്ഥാനത്തെ, അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇഷ്ടത്തിൽ നിന്ന്, തന്നിഷ്ടത്തിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തുവോ, അത് മറ്റേതിന് നേരെ ഓപ്പോസിറ്റായി. ഏതിൻ്റെ? ഫഅമ്മാമൻ തഗാ വആസറൽ ഹയാത്ത ദുനിയ എന്ന് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. അതാണ് ഇവിടെ വഅമ്മാമൻ എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അങ്ങനെയുള്ളവൻ. അപ്പം അതൊരു വലിയ സംഗതിയാണ്, നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു സംഗതിയാണത്. മനസ്സിലായില്ലേ? എങ്ങനെയാണ് അത് സാധ്യമാവുക എന്ന്, എങ്ങനെയാണ് അങ്ങനെ ഒരു സംഗതി സാധ്യമാവുക? അപ്പം മഖാമ റബ്ബിഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു ഹിസാബിന് വേണ്ടി നിൽക്കലാണ്, വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കലാണ്. അപ്പോൾ അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണയ്ക്ക് വേണ്ടി ചെന്ന് നിൽക്കുന്ന ഒരു ചിത്രം ഉണ്ടാകും. റബ്ബിൻ്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് നിൽക്കുക, റബ്ബ് നമ്മളോട് ചോദ്യം ചോദിക്കുക. മനസ്സിലായില്ലേ? ആ നൃത്തമാണ്. മനസ്സിലായി? ഇവിടെ ഖാഫ എന്ന് പറഞ്ഞാൽ ഒരു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഖൗഫ് എന്ന് പറഞ്ഞാൽ എന്തല്ല, സിംഹത്തിനെ പേടിക്കണം പേടിയല്ല. എന്ത്?
ഖൗഫ്. മൂർഖമ്പാമ്പിനെ പേടിക്കുന്ന പേടിയല്ല എന്ത് ഖൗഫ്, മറിച്ച് ഒരു തഅലീമിൽ നിന്ന്, അള്ളാഹുവിനോടുള്ള ഒരാദരവിൽ നിന്നുണ്ടാകുന്ന ഒരു ഭയം ഉണ്ടല്ലോ, ആ ഭയത്തിനാണ് എന്ത് പറയുക, ഖൗഫ് എന്ന് പറയുക. സാധാരണ പേടിയല്ല. മനസ്സിലായില്ലേ? അത് ശരിക്കും മനസ്സിലാക്കണം. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. അപ്പം എന്താ വെച്ചാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഈ പറഞ്ഞ് നിർത്തണ്ടല്ലോ. യൗമുத் തദക്കുറിൽ എൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ ഒരു സ്ക്രീനിൽ കാണുന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കേണ്ടി വരും എന്ന ഒരു ബോധം നമുക്കുണ്ടായാൽ നമ്മൾ തിന്മയിൽ നിന്നകലും. അതാണ് മഖാമിൻ്റെ പ്രത്യേകത. അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. അപ്പം എന്തുണ്ടാവും? വനഹൻ നഫ്സ അനിൽ ഹവ. അപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിനെ അതിൻ്റെ ഇച്ഛയിൽ നിന്ന് തടയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ഖൗഫ് വരും. ഞാൻ എങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക എന്നുള്ളൊരു ഖൗഫ് വരും. അങ്ങനെയുള്ള ആളുകൾക്ക് എന്തുണ്ട്? ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. ഫഇന്നൽ ജന്നത എന്നാൽ നിശ്ചയമായും സ്വർഗമാണ്, ഹിയ അത് തന്നെയാണ്, അൽ മഅ്വാ നേരത്തെ പറഞ്ഞല്ലോ മഅ്വാ. ഫഇന്നൽ ജഹീമ ഹിയൽ ഏഷ് മഅ്വാ പറഞ്ഞു. ഇവിടെയോ ഫഇന്നൽ ജന്നത ഹിയൽ, സുബ്ഹാനല്ലാഹ്, രണ്ടും ഒന്നാണ്. മഅ്വാ അവർക്ക് ജന്നത്ത്, അവർക്ക് ജഹീമാണ് മഅ്വാ, ഇവർക്കോ ജന്നത്താണ് എന്ത് മഅ്വാ. അപ്പം അവർക്കുള്ള അവന് സ്വർഗം തന്നെയാണ് സങ്കേതം. മനസ്സിലായില്ലേ? സങ്കേതം മഅ്വാ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിശദീകരിച്ചല്ലോ. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഖൗഫ് ഉണ്ടാക്കാനാണ്. ഖൗഫുണ്ടാണ്. ഖൗഫ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ കുട്ടികളെയൊക്കെ നമ്മൾ പേടിപ്പിച്ച് നിർത്തലുണ്ട്. അതല്ല ഖൗഫ്, അതല്ല ഇവിടെയുള്ള ഖൗഫ്. മറിച്ച് അള്ളാഹുവിനെക്കുറിച്ച് ചിന്തിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ആലോചിച്ച് അങ്ങനെ ഉണ്ടാണ്. അതാണ് ഖൗഫ്. ആ ഖൗഫ് ഉണ്ടായാലേ എവിടെ എത്തൂ? സ്വർഗത്തിൽ. അല്ല പേടിപ്പിച്ച് നിർത്തിയാൽ സ്വർഗത്തേക്ക് എത്തൂല. മനസ്സിലായില്ലേ? ഭയങ്കരമായി നിന്നെ അള്ളാഹ് ശിക്ഷിക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, അതല്ല. തഅലീമിൽ നിന്നാണ് ഖൗഫ് ഉണ്ടായത്. അള്ളാഹുവിനോടുള്ള റെസ്പെക്റ്റിൽ നിന്നാണ് എന്തുണ്ടാണ്ട് ഖൗഫ് ഉണ്ടാണ്. ആ ഖൗഫ് ഉണ്ടാണ്. ആ ഖൗഫ് കൊണ്ടേ രക്ഷപ്പെടുള്ളൂ. ആ ഖൗഫ് കൊണ്ട് എവിടെ എത്തുള്ളൂ? ജന്നത്തിലെത്തുള്ളൂ. മനസ്സിലായില്ലേ? നോക്കൂ, ഇവിടെ ഈ നരകത്തിൻ്റെ ജഹീമിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞല്ലോ. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ എന്ന് പറഞ്ഞു. ഇവിടെയോ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. നോക്കൂ, അള്ളാഹു എന്തുമാത്രം നീതിമാനാണ്. വളരെ കൃത്യമായ നീതിയാണ്. എന്താണോ നമ്മൾ പ്രവർത്തിച്ചത് അതിനാണ് പ്രതിഫലം കിട്ടുക. മനസ്സിലായില്ലേ? അതിനാണ് പ്രതിഫലം കിട്ടുക. അതാണ് പ്രതിഫലം കിട്ടുക. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ. സുബ്ഹാനല്ലാഹ്. അതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടത് അതാണ്. ഈ ആയത്ത് കേൾക്കുമ്പോൾ ഈ അമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ എന്ന ആയത്ത് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത്, ഒരു നല്ല മുഅ്മിനാണെങ്കിൽ അവൻ്റെ ഉള്ളിൽ എപ്പോഴും എന്തുണ്ടാവും? ഒരു ഖൗഫ് ഉണ്ടാവും. ആ ഖൗഫ് അവൻ എന്ത് ചെയ്യും? ഈ നേരത്തെ പറഞ്ഞ തുഗ്യാനിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും. അവൻ്റെ ഹൃദയത്തെ വ്യതിചലിച്ചു പോകാതെ തടഞ്ഞു നിർത്തും. ആ ഖൗഫ് തടഞ്ഞു നിർത്തും. എല്ലാ സൗകര്യം കിട്ടിയാലും ചെയ്യൂല. ആ ഒരു ഖൗഫ് നമ്മുടെ ഉള്ളിലുണ്ടാവും. അപ്പോൾ തുഗ്യാനും വരൂല, ഈ വ്യതിയാനവും വ്യതിചലനവും വരൂല. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത്, നമുക്കൊക്കെ അള്ളാഹു നമ്മുടെ ഉള്ളിലൊരു ശത്രുവിനെ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കിക്കും. രണ്ട് ഖരീനത്തുണ്ട് നമുക്ക് നമ്മുടെ കൂടെ. ഖരീനത്ത് എന്ന് പറഞ്ഞ ഒരു കൂട്ടുകാരൻ. മനസ്സിലായില്ലേ? അതിലൊരു കൂട്ടുകാരൻ നമ്മുടെ ശത്രുവാണ്, ഒരു കൂട്ടുകാരൻ നമ്മുടെ മിത്രമാണ്. മനസ്സിലായില്ലേ? രണ്ട് ഖരീനത്തുണ്ട്. ഖരീനു സൂ ഉണ്ട്, ഖരീനുൽ ഹസനും ഉണ്ട്. ഈ ആരാണ് ഈ ചീത്ത കൂട്ടുകാരൻ? അത് നമ്മുടെ ഹവയാണ്. ഹവ, ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം. ഇഷ്ടം. നമ്മളും ചിലപ്പോൾ പറഞ്ഞു പോകലുണ്ട്, എനിക്ക് അങ്ങനെ ഇഷ്ടം തോന്നി അപ്പം ഞാൻ അങ്ങനെ ചെയ്തു. നോ. മനുഷ്യൻ അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാൻ അവന് പറ്റില്ല.
അടിമയാകുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടം, റസൂലിൻ്റെ ഇഷ്ടം അതായിരിക്കണം അവന് മുകളിൽ വരേണ്ടത്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഹദീസുകളിൽ പറഞ്ഞ ഒരു വിഷയമാണിത്. വലിയ വിഷയമാണ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതാണ്. നമ്മുടെ ഹവയല്ല, അള്ളാഹുവിൻ്റെ ഹവയായിരിക്കണം നമ്മുടെ, മനസ്സിലായി, റസൂലിൻ്റെ ഹവയായിരിക്കണം നമ്മുടെ വിഷയം. എൻ്റെ ഇഷ്ടം അതാണ്. നോ, നിൻ്റെ ഇഷ്ടമല്ല. നമ്മുടെ ഇഷ്ടത്തിന് എപ്പോഴാണോ നമുക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നമ്മുടെ ഇഷ്ടത്തേക്കാൾ പ്രാധാന്യം നൽകാൻ സാധിക്കുന്നത്, അപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള നല്ല കൂട്ടുകാരൻ നമ്മളെ സഹായിക്കുന്നവനാവുക. അല്ലെങ്കിൽ നമ്മൾ ഈ ചീത്ത കൂട്ടുകാരൻ്റെ കൂടെ കൂടും. മനസ്സിലായില്ലേ? നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം, നമ്മുടെ ഉള്ളിൽ നമുക്കൊരു ശത്രുവുണ്ട്. ആ ശത്രുവിൻ്റെ പേരാണെന്ത്? ഹവ. മനസ്സിലാക്കാൻ എളുപ്പമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് വനഹൻ നഫ്സാനിൽ ഹവ എന്ന് പറയുന്നത്. വനഹൻ നഫ്സാനിൽ, മനസ്സിനെ ഈ ഹവക്കടിമപ്പെടാതെ തടഞ്ഞു നിർത്തി. മനസ്സിലായില്ലേ? അതാണ് മൂന്നാമത്തെ കാര്യം. ഞാൻ ഖൗഫിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഒറിജിനൽ ഖൗഫ് എന്താ? യഥാർത്ഥ ഖൗഫ് എന്താ? എപ്പോഴും ശ്രദ്ധിക്കണം. യഥാർത്ഥ ഖൗഫുൽ ഇഖാബല്ല, അള്ളാഹു ശിക്ഷിക്കും എന്ന ഭയമല്ല നമുക്കുണ്ടാകേണ്ടത്. നോ, അതല്ല ഒറിജിനൽ ഖൗഫ്. മറിച്ച് എന്താ അറിയോ നമുക്കുണ്ടാകേണ്ട ഖൗഫ് എന്താണെന്ന് ചോദിച്ചാൽ ഖൗഫുൽ ഫുഖ്ദാൻ എന്ന് പറയും. ഫുഖ്ദാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം. അതാണ് ഭയം. മനസ്സിലായോ? രണ്ടും തമ്മിൽ വ്യത്യാസം. അള്ളാഹു എന്നെ ശിക്ഷിക്കും എന്നതല്ല എന്ത് ഖൗഫ്. പിന്നെ എന്താ ഖൗഫ്? അള്ളാഹുവിൻ്റെ ഖുർബത്ത്, അള്ളാഹുവിൻ്റെ സാമീപ്യം എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം. എനിക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയാതെ പോകുമോ എന്ന ഭയം. അതാണ് ഏറ്റവും വലിയ, അതാണ് ഖൗഫ് എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കും. നമുക്കറിയോ, പരലോകത്ത് അള്ളാഹു നൽകുന്ന ഏറ്റവും നല്ല പ്രതിഫലം എന്താണെന്നറിയോ? എന്താ? യെസ്, അള്ളാഹുവിനെ കാണാൻ കഴിയുക, തൗഫീഖ് ഉണ്ടാകുന്നതാണ്. ഏറ്റവും വലിയ ശിക്ഷ ഏതാ അറിയോ? അതാണ് ഏറ്റവും വലിയ ശിക്ഷ. അള്ളാഹുവിനെ കാണാൻ പറ്റാതിരിക്കുക. മനസ്സിലേ? അപ്പൊ നമ്മളെ ഖൗഫ് എന്തായിരിക്കണം? നമ്മളെ ഖൗഫ് അതായിരിക്കണം. എനിക്ക് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കാതെ പോകുമോ, അള്ളാഹുവിനെ കാണാൻ എനിക്ക് സാധിക്കാതെ പോകുമോ എന്നതായിരിക്കണം ഖൗഫ്. അതാണ് ഈ ഖൗഫിനെ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ എന്താവുള്ളൂ, നമ്മൾ രക്ഷപ്പെടുള്ളൂ. അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം, നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നോക്കൂ, അള്ളാഹു ഇവിടെ പറഞ്ഞത് എന്താ പറഞ്ഞത്? വഅമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി എന്നാ പറഞ്ഞു. അല്ല വഅമ്മാമൻ സല്ല എന്നല്ല പറഞ്ഞത്. നിസ്കരിച്ചവന് സ്വർഗ്ഗമുണ്ട് എന്നാ പറഞ്ഞ്, നോമ്പ് നോറ്റവന് സ്വർഗ്ഗമുണ്ട് എന്നാ പറഞ്ഞ് ആണോ? അല്ലല്ലോ. മറിച്ച് സ്വർഗത്തിൻ്റെ അടിസ്ഥാന വിഷയം എന്താ? നമ്മുടെ നഫ്സിനെ ഹവയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. അതാണ് സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഇടയിലുള്ള ആ ഒരു വ്യത്യാസം. അതെവിടെയെന്ന് വെച്ചാൽ ഇവിടെയാണ്. എൻ്റെ നഫ്സിനെ ഹവയിൽ നിന്ന് രക്ഷപ്പെടുത്തുക. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം, അള്ളാഹുവിനെ കുറിച്ച് നമുക്ക് ഖൗഫ് ഉണ്ടാവുക എന്നത് എന്തല്ല, ഒരു മോശം കാര്യമല്ല. അത് നമ്മുടെ ദുർബലതയല്ല, മറിച്ച് നമ്മുടെ ശക്തിയാണ്. നമ്മുടെ ബുദ്ധിയുടെ ശക്തി, നമ്മുടെ വിജ്ഞാനത്തിൻ്റെ ശക്തി. അതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം. സാധാരണ ഭയം എന്ന് പറഞ്ഞാൽ ഒരു മോശമല്ലേ? എനിക്ക് നിങ്ങളെ പേടിയാണെന്ന് പറഞ്ഞാൽ മോശമല്ലേ? അതല്ല. അള്ളാഹുവിനെ കുറിച്ച് ഖൗഫ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മോശമല്ല, മറിച്ച് അതാണ് നമ്മുടെ ശക്തി. അതാണ് നമ്മളെ എല്ലാ തോന്നിയാസങ്ങളിൽ നിന്നും എന്ത് ചെയ്യുക? തടയുക. അതാണ് നമ്മളെ വലുതാക്കുക. അതാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നോക്കൂ, നരകത്തെക്കുറിച്ചുള്ള ഭയം എന്ന് പറയുമ്പോൾ
എന്ന് പറയുമ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ചാൽ നരകത്തെക്കുറിച്ചുള്ള ഭയം നമ്മിൽ ഉണ്ടാക്കുന്നത് എന്താ? നരകത്തിൽ നിന്ന് ഓടി അകലാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. മനസ്സിലായില്ലേ? ചുരുക്കത്തിൽ നോക്കൂ, രണ്ട് രൂപങ്ങൾ പറഞ്ഞു. ഒന്ന് ഫഅമ്മാ മൻ തഗ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വ. രണ്ടാമത്തേത് വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ. രണ്ടും വ്യത്യസ്തമായ രണ്ട് ഭാഗങ്ങൾ. മനസ്സിലായില്ലേ? ഒന്ന്, ദുനിയാവിനോടുള്ള മൂത്ത പ്രേമം വരും എപ്പോൾ? അള്ളാഹുവിൻ്റെ നിയമങ്ങളെ പരിഗണിക്കാതെ നമ്മൾ ജീവിച്ചാൽ. അപ്പോൾ എവിടെ പോകേണ്ടി വരും? ജഹീമിലേക്ക് പോകേണ്ടി വരും. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടണമെന്ന വല്ലാത്ത ആഗ്രഹം കാരണം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഹവയെ നമ്മൾ പിടിച്ചു നിർത്തും. എനിക്ക് പൂതിയുണ്ട്, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. എന്ത് ചെയ്യാത്തത്? എനിക്ക് ജന്നത്തിലേക്ക് പോകണം, അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടണം, ആ ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, നമ്മളെപ്പോഴും ഒരവസ്ഥയിലായിരിക്കണം. ആ അവസ്ഥ ഏതാണെന്ന് വെച്ചാൽ ബൈനൽ ഖൗഫി വറജ. ഒരു വിശ്വാസിയുടെ സ്വഭാവം അതാണ്. അൽ മുഅ്മിനു ബൈനൽ ഖൗഫി വറജ. ഖൗഫിൻ്റെയും റജ എന്ന് പറഞ്ഞ പ്രതീക്ഷയാണ്. പ്രതീക്ഷ, ആഗ്രഹം, അള്ളാഹുവിനെ കാണാമെന്ന പ്രതീക്ഷ, അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹം, സ്വർഗത്തിലെത്തുമെന്ന പ്രതീക്ഷ. അതിന് രണ്ടിൻ്റെയും ഇടയിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പോഴേ നമ്മൾ രക്ഷപ്പെടുള്ളൂ. മനസ്സിലായില്ലേ? അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, രണ്ട് രൂപം പറഞ്ഞു. ഒരിക്കലും ഈ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഭയപ്പെടേണ്ട ഒന്നല്ല അള്ളാഹു എന്ന് പറഞ്ഞാൽ. ഭയം എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട ഒന്നല്ല. മനസ്സിലായി? മറിച്ച് അവന് സമാധാനമാണ്, അള്ളാഹുലേക്ക് എത്താൻ ആഗ്രഹമാണ്, ഇഷ്ടമായിരിക്കും. അതാണ് യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. യസ്അലൂനക, സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു എന്നാ. മനസ്സിലായില്ലേ? യസ്അലൂന എന്ന് പറഞ്ഞാൽ അവർ ചോദിച്ചു, അല്ലെങ്കിൽ അവർ ചോദിക്കുന്നു. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. ഒരുപാട് യസ്അലൂനക ഉണ്ട് ഖുർആനിൽ, ഒരുപാടുണ്ട്. യസ്അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു. അനിസ്സാഅതി, സാഅത്തിനെ കുറിച്ച്, അന്ത്യസമയത്തെക്കുറിച്ച് നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കണത്? നിന്നോട് എന്ന് പറഞ്ഞാൽ റസൂലിനോടാ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിനോട് ഇവരിങ്ങനെ വന്ന് ചോദിക്കും. അതാണ് യസ്അലൂനക എന്ന് പറഞ്ഞ ഖുർആനിലുണ്ടായത്. ഇവർ വന്ന് ചോദിക്കും, രണ്ട് കാര്യത്തിന് ചോദിക്കും. ഒന്ന് കളിയാക്കാൻ ചോദിക്കും, പരിഹസിക്കാൻ ചോദിക്കും, അറിയാനും ചോദിക്കും. മനസ്സിലായില്ലേ? യസ്അലൂനക മാദാ യുൻഫിഖൂൻ. സഹാബത്തൊക്കെ ചോദിച്ചാണ്, നബിയെ ഞങ്ങൾ എന്താ ചെലവാക്കേണ്ടത് എന്ന് ചോദിച്ചു. ചെലവാക്കണ ആയത്ത് വന്നപ്പോഴേ, ചെലവഴിക്കുന്ന ആയത്ത് വന്നപ്പോൾ ചോദിച്ചു. യസ്അലൂനക അനിസ്സാഅ, സാഅത്തിനെ കുറിച്ച്, അന്ത്യസമയത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു. അയ്യാന, എപ്പോഴാണ് മുർസാഹ. അർസ എന്ന് പറഞ്ഞാൽ എന്താ പറയുക നിങ്ങൾക്ക്? കപ്പൽ നങ്കൂരടണേനാണ് എന്ത് പറയാ? അർസാന്ന്. ഇർസ എന്ന് പറഞ്ഞാൽ അതാ കപ്പൽ നങ്കൂരമിടൽ. അപ്പോൾ ഇവിടെ അർസ, അപ്പോൾ സംഭവിക്കുക, നിൽക്കുക എന്നൊക്കെ അർത്ഥം. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, അന്ത്യസമയത്തെപ്പറ്റി അവർ ചോദിക്കുന്നു, അതെപ്പോഴാണ് സംഭവിക്കുക? യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, അത് കളിയാക്കാൻ വേണ്ടി ചോദിച്ചതാണ്. മനസ്സിലായി? ഇപ്പോൾ ഇവിടെ രണ്ട് രൂപം പറഞ്ഞല്ലോ. ഒന്ന് തഗ പറഞ്ഞു, മറ്റത് ഖൗഫ് പറഞ്ഞു. രണ്ട് രൂപം പറഞ്ഞു. മനസ്സിലായില്ലേ? ഇനി ഏറ്റവും വലിയ വിഷയത്തിലേക്ക് വരികയാണ്. ഇത് പറഞ്ഞപ്പോൾ ഇവർ ചോദിച്ചു, ഓ അങ്ങനെയാണോ? നീ ജന്നത്തും ജഹീമും ഒക്കെ പറയണ്ടല്ലോ അല്ലേ? എന്നാ പിന്നെ ഫൈദാ ജാഅത്തി ത്വാമ്മത്തുൽ കുബ്ര പറഞ്ഞല്ലോ. ത്വാമ്മത്തുൽ കുബ്ര നമ്മൾ പറഞ്ഞല്ലോ യൗമുൽ ഖിയാമത്താണോ? അങ്ങനെയാണെങ്കിൽ അയ്യാന മുർസാഹ, എപ്പോഴാടോ നിന്റെ ഈ യൗമുൽ ഖിയാമത്ത് ഉണ്ടാവുക, ഈ സാഅത്ത് ഉണ്ടാവുക എപ്പോഴാണ്? അത് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ, എപ്പോഴാണ് ഇതൊന്ന് സംഭവിക്കുക? ഞാൻ പറഞ്ഞല്ലോ അർസ എന്ന് പറഞ്ഞാൽ കപ്പൽ കരയിൽ വന്ന് നങ്കൂരിടണേന് എന്ത് പറയാ? അർസ എന്ന് പറയാം. ഇവരുടെ ചോദ്യം ആ രീതിയിൽ ഒരു പരിഹാസമാണ്. അതുകൊണ്ട് അർസ എന്നുള്ള പദം പറഞ്ഞു. എപ്പോഴാണ് എൻ്റെ ഈ കപ്പലൊന്ന് തീരത്തോട് അടുക്കുക എന്ന് ചോദിച്ച്. നീ പറയണ ഈ ജഹീമിലേക്കും ജന്നത്തിലേക്കും എത്താൻ എന്നാണ് ഈ സംഭവം ഉണ്ടാവുക എന്നാണ്.
സുബ്ഹാനല്ലാഹ്, വല്ലാത്ത ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൽ നോക്കൂ, ഇവർ കളവാക്കാൻ വേണ്ടി ചോദിച്ചതാ. അതോടൊപ്പം ഇത് ഖുർആൻ വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, യസ്തഅ്ജിലൂനക ബിൽ അദാബ്, യസ്തഅ്ജിലൂനക ബിൽ അദാബ്. അവർ അദാബിന് ധൃതി കാണിക്കണം. ഇത് സംഭവിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക? അതാണ് യസ്തഅ്ജിലു ബിഹല്ലദീന ലാ യുഅ്മിനൂന ബിഹാ. വേറൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇങ്ങനെ ഇതിന് ധൃതി വെക്കുക ആരാന്ന് ചോദിച്ചാൽ ഈമാനില്ലാത്ത ആളുകളാണ്. മതാ, കാരണം അവർക്കൊന്നും സംഭവിക്കാനില്ല, വിശ്വാസമല്ലല്ലോ. എന്താ അവർ ചോദിച്ചത്? അപ്പൊ അവർ ചോദിച്ചു, യസ്അലൂനക അനിസ്സാഅത്തി അയ്യാന മുർസാ. അതാണ് അവർ ചോദിച്ചത്, എന്നാണ് ഇത് സംഭവിക്കുക, എപ്പോഴാണ് ഇത് സംഭവിക്കുക? അപ്പൊ അള്ളാഹുവിന്റെ മറുപടി കേട്ടോ, ഫീമ അൻത മിൻ ദിക്റാഹാ, ഫീമ അൻത മിൻ ദിക്റാഹാ. ഫീ വേറെയാണ്, മാ വേറെയാണ്, മനസ്സിലായില്ലേ? ഒന്നിച്ചെഴുതിയതാ. ഫീമ, ഏത് അവസ്ഥയിലാണ്, അൻത നീ, മിൻ ദിക്റാഹാ അതിനെക്കുറിച്ച് പറയുന്നത്, നിനക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി പറയാൻ സാധിക്കുക? ഫീമ അൻത, അൻത എന്ന് പറഞ്ഞ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫീമ അൻത മിൻ ദിക്റാഹാ, നിനക്കതിനെപ്പറ്റി എന്താ പറയാൻ കഴിയുക? നിനക്കറിയോ അതെന്നാന്നുള്ളത്, എപ്പോഴാണെന്നുള്ളത് അറിയോ? ഫീമ അൻത മിൻ ദിക്റാഹാ, അത് അള്ളാഹു റസൂലിനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് അതിൻ്റെ സമയം നിനക്കറിയോ? അത് നിന്റെ പരിപാടിയല്ലല്ലോ. അന്ത്യസമയം എപ്പോഴാണ് എന്ന് തീരുമാനിക്കൽ നീയല്ല. നീ എന്തിനു വന്നതാ? അങ്ങനെ ഒരു അന്ത്യസമയം വരും എന്ന് പറയാൻ വേണ്ടി വന്നത്, അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. മനസ്സിലായി? അപ്പൊ നബിയോട് പറയാണ്, നബിയെ, നിങ്ങളുടെ ഡ്യൂട്ടി എന്തല്ല, എപ്പോഴാണ് ഇതിൻ്റെ ടൈം എന്ന് നിശ്ചയിക്കലല്ല, മറിച്ച് അങ്ങനെ ഒരു സംഭവമുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയാണ്. ആർക്കും അറിയില്ല, അമ്പിയാക്കന്മാർക്ക് അറിയോ എപ്പോഴാന്നുള്ളത്? അറിയില്ല, ആർക്കും അറിയില്ല. കാരണം അത് ഗൈബിയായ കാര്യമാണ്. ഗൈബ് ആർക്ക് മാത്രമേ അറിയൂ? ലാ യഅലമുൽ ഗൈബ, അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഗൈബിൽപ്പെട്ടതാണ് എന്ത്? എപ്പോഴാണ് ലോകം അവസാനിക്കുക, എപ്പോഴാണ് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടുക, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അതാണ് അടുത്ത വാചകം, ഇലാ റബ്ബിക, ഇലാ റബ്ബിക, നിന്റെ റബ്ബിലേക്കാണ്, നിന്റെ റബ്ബിലേക്കാണ്, മുൻതഹാഹ. ഇൻതഹ എന്ന് പറഞ്ഞാൽ അവസാനിച്ചു എന്നാണ്, അവസാനിക്കുക. മുൻതഹാഹ, അതിൻ്റെ അങ്ങേ അറ്റത്തെ ജ്ഞാനം. ഇവിടെ മുൻതഹ എന്ന് പറഞ്ഞാൽ അതാണ്, അതിൻ്റെ അവസാന ജ്ഞാനം, അവസാന അറിവ്. അതാർക്കുള്ളത്? ഇലാ റബ്ബിക, ഇലാ റബ്ബിക മുൻതഹാഹ, താങ്കളുടെ രക്ഷിതാവിനാണ് അതിനെക്കുറിച്ചുള്ള പരമജ്ഞാനമുള്ളത്. ഏതിനെക്കുറിച്ചുള്ള? സാഅത്തിനെ കുറിച്ചുള്ള. അതുകൊണ്ട് ഹാ പറഞ്ഞത്. സാഅത്ത് മുഅന്നസാണല്ലോ, അവസാനം താ വന്നല്ലോ, അതുകൊണ്ട് ഹാ പറഞ്ഞത്. ഇലാ റബ്ബിക മുൻതഹാഹ, അതിൻ്റെ പരമജ്ഞാനമുള്ളത് ആരിലേക്കാ? നിന്റെ റബ്ബിലേക്കാണ്. ഒരു നബിക്കും അതറിയില്ല, ഒരു മലക്കിനും അതറിയൂല. അതുകൊണ്ടാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ചോദിച്ചല്ലോ, മതസ്സാഅ. നബിയെ ദീൻ പഠിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, മതസ്സാഅ, എപ്പോഴാണ് ഈ അന്ത്യസമയം നബിയെ? അപ്പോൾ നബി പറഞ്ഞ മറുപടി മലക്കിനോടാ പറയുന്നത്, ജിബ്രീലിനോടാട്ടോ പറയുന്നത്. നബിക്കറിയാം ജിബ്രീലാണ്, ജിബ്രീലിനോടാ പറയുന്നത്. എന്താ പറഞ്ഞത്? മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ. ഓഹോ, ഈ ചോദ്യം ചെയ്യുന്നവനേക്കാൾ ചോദിക്കപ്പെടുന്നവന് അതിനെക്കുറിച്ച് എന്തറിയാനാ എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ലല്ലോ അതിനെക്കുറിച്ച്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കാൻ ആർക്കേ അറിയൂ? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. പിന്നെ എന്തിനാ നബി വന്നത്? അതാണ് ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹ. ഇന്നമാ അൻത മുൻദിർ. പിന്നെ നീ ആരാണ്? നീ ഒരു മുൻദിർ മാത്രമാണ്. മുൻദിർ എന്ന് പറഞ്ഞാൽ അതെ, ഇൻദാർ എന്ന് പറഞ്ഞാൽ താക്കീതാണല്ലോ. നദീർ, ഇൻദാർ എന്നൊക്കെ പറഞ്ഞാൽ താക്കീത. ഇന്നമാ അൻത മുൻദിർ, നീ ഒരു താക്കീതുകാരൻ അല്ലെങ്കിൽ മുന്നറിയിപ്പുകാരൻ മാത്രമാണ്. ഇന്നമാ അൻത മുൻദിർ, ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ. മൻ യഖ്ശാഹ, അതും ആർക്കേ?
യഖ്ഷാഹ അതിനെ ഭയപ്പെടുന്നവർക്ക്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. യഖ്ഷാഹ എന്ന് പറഞ്ഞാൽ യഖ്ഷസ്സാ, ഹ എന്ന് പറഞ്ഞാൽ സാഅത്താണ്. ആ സാഅത്തിനെ ഭയപ്പെടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ. ആ സാഅത്തിനെ കുറിച്ചുള്ള ഭയം എന്ന് പറയുന്നത് നോക്കൂ, അവിടെ ഹൗഫല്ലല്ലോ പറഞ്ഞ്, അവിടെ വേറെ പദാ പറഞ്ഞ്. പക്ഷെ നമ്മളെ മലയാളത്തിലൊക്കെ ഭയമായതുകൊണ്ട് ആണ് നമ്മളിത് വേറെ വേറെ വിശദീകരിക്കേണ്ടത്. ഇത് വേറെയാണ്, ഖശ്യത്ത് വേറെയാണ്, ഖൗഫ് വേറെയാണ്. മനസ്സിലായില്ലേ? ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവിക്കാനിരിക്കുന്നതും എൻ്റെ പരിണിതി എന്താകുമെന്നറിയാത്തതുമായൊരു ഭയമാണ്. ഉറപ്പായിട്ടും സംഭവിക്കും, പക്ഷെ എനിക്കറിയില്ല എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതാണ് ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. അതിനെ ഭയപ്പെടുന്നവർക്ക് ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ. ഇന്നമാ എന്ന് പറഞ്ഞാൽ അതാണ് മാ. ഇന്നമാ എന്ന് പറഞ്ഞാൽ അറബിയിൽ മാത്രം എന്നർത്ഥം കിട്ടും. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് പറയുന്നുണ്ടല്ലോ, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാകുന്നു പറയും. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാ. അപ്പൊ നബിയെ നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഈ സാഅത്തിനെ ഭയപ്പെടുന്നവർക്ക് അതിനെക്കുറിച്ച് ഇൻദാർ നൽകുക, മുന്നറിയിപ്പ് നൽകുക. മനസ്സിലായില്ലേ? ആ ഇൻദാർ ആർക്കേ ഉപകാരപ്പെടൂ? ആർക്കെ ഉപകാരപ്പെടൂ? മൻ യഖ്ഷ. സയദ്ദക്കറു മൻ യഖ്ഷ പറഞ്ഞില്ലേ? സയദ്ദക്കറു മൻ യഖ്ഷ. റസൂലിൻ്റെ ഇൻദാർ, റസൂലിൻ്റെ ഉത്ബോധനം ആർക്ക് ഉപകാരപ്പെടൂ? മൻ യഖ്ഷ. മനസ്സിലായി? എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് അറിയോ? ഈ മാതിരി പരിഹസിക്കുന്ന ആളുകൾക്ക് എപ്പോഴാണോ നിൻ്റെ ഇത് എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് എന്തുണ്ടാവില്ല? ഉപകാരപ്പെടില്ല. കാരണം അവരുടെ കൽബ്, അവരുടെ നെഫ്സ് ഹവയുടെ അടിമയായി മാറി. അപ്പോൾ ഇനി ഇത് വരില്ല. മനസ്സിലായല്ലോ? അതാണ് ഈ സത്യത്തിൽ എന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ തന്നെ അത് വിശദീകരിച്ച് എന്തിനാ പറയണമെന്ന് വെച്ചാൽ, ഇവിടെ എന്താ ചോദിച്ചേ? ഇവരെന്താ ചോദിച്ചേ? ചോദ്യം എന്തായിരുന്നു? അയ്യാന മുർസാഹ എന്ന്, എപ്പോഴാ സംഭവിക്കുക എന്നാ, അല്ലേ? എപ്പോഴാ സംഭവിക്കുക എന്ന് പറഞ്ഞ് ഉത്തരം പറഞ്ഞതോ? എപ്പോഴാ സംഭവിക്കുക എന്ന് ഡേറ്റ് പറഞ്ഞോ? സമയം പറഞ്ഞോ? അല്ലേ? ഖുർആൻ എന്താ പറഞ്ഞത്? ഉത്തരം എന്താ? നിങ്ങളതിന് റെഡിയാണോ? ഇങ്ങനെ റെഡിയാണോ? ഈ രീതിയിൽ നിങ്ങളതിന് റെഡിയാണോ എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഭയങ്കര അത്ഭുതമാണ്. അള്ളാഹുവിൻ്റെ ശൈലിയും ഒക്കെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ? ശരിക്കും ഇവിടെ എന്താ വെച്ചാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കുക, നോക്കൂ, നമുക്കറിവുണ്ട്, വിജ്ഞാനമുണ്ട് എന്നതല്ല വിഷയം. നമുക്ക് ഖശ്യത്ത് ഉണ്ടായാലാണ് വിഷയം, ഖൗഫ് ഉണ്ടായാലാണ് വിഷയം. നമ്മുടെ ഇൽമ്, നമ്മുടെ വിജ്ഞാനം കൊണ്ട് നമുക്ക് ഖൗഫും ഖശ്യത്തും ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ഷാഹ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും, നബിയെ പോലും പഠിപ്പിക്കുകയാണ്. നബിയെ, നിങ്ങൾ ആരല്ല? റബ്ബല്ല. റബ്ബിനെ അറിയുമോ? അത് നിങ്ങളൊരു ഒരു ഒരു താക്കീതുകാരൻ, ഇൻദാർ നടത്തുന്ന കാര്യം മാത്രമാണ്. അതാണ് ഒന്നാമത്തെ വിഷയം. അതിൽ നബിയെ പഠിപ്പിച്ചു. നിങ്ങളതല്ല, അത് വേറെ ആളാ, അത് റബ്ബാണ്, റബ്ബിനെ അതറിയൂ. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്താ വെച്ചാൽ ഇവിടെ എപ്പോഴാണെന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ മറുപടി വേറെയാണല്ലോ പറഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം ഈ സാഅത്ത്, ഖിയാമത്ത് നാള്, സാഅത്ത്, അന്ത്യസമയം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് റിസർച്ച് നടത്താൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല. അത് നിങ്ങൾ റിസർച്ച് നടത്തിയാൽ നിങ്ങൾക്ക് എന്താൻ പറ്റില്ല? കണ്ടെത്താൻ പറ്റില്ല. ഏതായാലും ഒക്കെ അവസാനിക്കും എന്നുള്ള റിസർച്ചിൽ പറ്റിയിട്ടുണ്ട്. പക്ഷെ അത് എപ്പോൾ അറിയില്ല. എല്ലാം അവസാനിക്കും എന്നല്ലേ പറഞ്ഞത്? ഇദ ശംസു കുവിറത്ത് ഇദ നുജൂമു ഖദറത്ത് ഇദൽ ഒക്കെ പറയുന്നല്ലോ. ഒക്കെ എല്ലാവരും സമ്മതിച്ചു. ഇപ്പം സൂര്യനും ഇങ്ങനെ, സൂര്യനെ പറ്റി പറഞ്ഞില്ലേ? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവുമാണ്. അതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. കത്തി 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 ഒരു ദിവസം അതുണ്ടാവും, താഴെ വീഴും. അതിനാണ് ഇദ ശംസു കുവിറത്ത് എന്ന് പറയുന്നത്. പക്ഷെ എപ്പോൾ ആർക്കും അറിയില്ല. അതാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് നിങ്ങൾ എന്തായിക്കണ്ട, റിസർച്ച് നടത്തണം. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി നിങ്ങൾ ഖശ്യത്ത് ഉണ്ടാക്കണം. അതിനെക്കുറിച്ചുള്ള ഖശ്യത്ത് നിങ്ങൾക്കുണ്ടാകണം. ഖശ്യത്ത് ഉണ്ടായാൽ നിങ്ങൾ എന്ത് ചെയ്യും? രക്ഷപ്പെടും. മനസ്സിലായി? നോക്കൂ, നമ്മുടെ ഹൃദയത്തിന് ജീവനുണ്ടോ എന്നറിയാനുള്ള അടയാളമാണ് എന്ത്? ഈ ഖശ്യത്ത് എന്ന് പറയുന്നത്.
ആ ഹൃദയത്തിന് ജീവൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാകും? ഖശ്യത്തുണ്ടാകും. മനസ്സിലായില്ലേ? അതാണ് ഈ ഈ ഈ സംഗതിയുടെ ഒരു കാര്യം എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാം. അവസാനത്തെ വചനം കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹാ. കഅന്നഹും അവർ ആകുന്നു എന്ന പോലെ ഇരിക്കും. ക എന്ന് പറഞ്ഞാൽ പോലെ എന്നാ. ക മനസ്സിലായില്ലേ? ക പോലെ. എന്ത്? അന്നഹും, തീർച്ചയായും അവർ. അപ്പൊ അന്നഹും അവർ ആകുന്നു എന്ന് പോലെ ഇരിക്കും. യൗമ യറൗനഹ അതിനെ കാണുന്ന ദിവസം. യൗം എന്ന് പറഞ്ഞ ദിവസം, യറൗന അവർ കാണുന്നു, ഹ എന്ന് പറഞ്ഞാൽ സാഅത്താണ്. മനസ്സിലല്ലേ? യൗമ യറൗനഹ അതിനെ കാണുന്ന ദിവസം എന്ന് വെച്ചാൽ ഖിയാമത്തിനെ കാണുന്ന ദിവസം അവരെങ്ങനെ ഇരിക്കും? ലം യൽബസു അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല. ലബിസ എന്ന് പറഞ്ഞാൽ താമസിച്ചു, കഴിച്ചു കൂട്ടി എന്നൊക്കെയാണ്. മനസ്സിലായി? വീട്ടിൽ പോയി താമസിക്കണതിനൊക്കെ ലബിസ പറയും. സൂറത്തുൽ കഹ്ഫിലുണ്ടല്ലോ ലബിസ്തു എന്ന് പറഞ്ഞ ലബിസ എന്നൊക്കെ. ലം യൽബസു അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല ഇല്ലാ അശിയത്ത്. അശിയത്ത് പറഞ്ഞാൽ വൈകുന്നേരം. അശിയത്ത് ഒരു വൈകുന്നേരമല്ലാതെ. ഔ അല്ലെങ്കിൽ ദുഹാഹ. ദുഹ പറഞ്ഞ പ്രഭാതം. ദുഹ സമയം സ്വലാത്തു ദുഹ കണ്ടല്ലോ, അതന്നെ. ഔ ദുഹാഹ അല്ലെങ്കിൽ ഒരു പ്രഭാതം. കഅന്നഹും യൗമ യറൗനഹ ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാഹ. കഅന്നഹും അവരാകുന്നു എന്ന പോലെ ഇരിക്കും. യൗമ യറൗനഹ അതിനെ അവർ കാണുന്ന ദിവസം. എങ്ങനെ? ലം യൽബസു അവർ കഴിച്ചു കൂട്ടിയിട്ടില്ല ദുനിയാവിലെ ഇല്ലാ അശിയതൻ ഒരു വൈകുന്നേരം, ഔ അല്ലെങ്കിൽ ദുഹാഹ ഒരു പ്രഭാതം. ഇതിലുണ്ടാവും. അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെ ഇരിക്കും അവർക്ക് തോന്നുക. കുറേ കാലം ഇവിടെ താമസിച്ചു ജീവിച്ചു എന്നൊന്നും എന്തില്ല തോന്നൂല. നമ്മളിപ്പോൾ നമ്മളെ നാട്ടിലൊക്കെ പോകുമ്പം ഖബർ സിയാറത്തിനൊക്കെ പോകുമ്പം നമുക്കെന്നെ ചിലപ്പോൾ തോന്നല്ലേ, ഒരു 100 കൊല്ലം മുമ്പ് മരിച്ചവരൊക്കെ നമ്മളവിടെ ഖബറിലില്ലേ അല്ലേ? 100 അല്ല, അതിൻ്റെയൊക്കെ പുറത്തുള്ളതുണ്ടാവും. മദീനത്തൊക്കെ നമ്മൾ പോയാൽ, മക്കത്തും മദീനത്തൊക്കെ പോയാൽ എന്തായാലും ചുരുങ്ങിയത് 1500 ചില്ലാനും കൊല്ലം മുമ്പ് മരിച്ചതില്ലേ? മനസ്സിലായി? അവരും എഴുന്നേറ്റ് വരുമ്പോൾ അവർക്ക് എന്തേ തോന്നും? ലം യൽബസു ഇല്ലാ അശിയതൻ ഔ ദുഹാ. അതാണ് സുബ്ഹാനല്ലാഹ്. ഇതൊരു വല്ലാത്ത സംഗതിയാണ്. എന്നുവെച്ചാൽ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ അത് പറയണത് എന്തിനാ ഇവരോട് ചോദിച്ചാൽ വലിയൊരു കാര്യമാണ്. ഇവർ ചോദിച്ചത് എപ്പോഴാണെന്നല്ലേ? എപ്പോഴാണ്? അപ്പോൾ ഈ വരുന്ന അത് നീ എപ്പോൾ സംഭവിച്ചാലും സംഭവിക്കുന്ന ദിവസം നിങ്ങൾക്ക് എന്തേ തോന്നൂ? സൂറത്തു ഇസ്രായിൽ പറയുന്നുണ്ട്, യൗമ യദ്ഉക്കും ഫതസ്തജീബൂന ബിഹംദിഹി വതളുന്നൂന ഇല്ലബിസ്തും ഇല്ലാ ഖലീലാ. നിങ്ങളെ വിളിച്ചുണർത്തുന്ന ദിവസമുണ്ട്. ഖബറിനെ വിളിച്ചുണർത്തുന്ന ദിവസം നിങ്ങൾ ഹംദ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഉത്തരം നൽകി ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? പക്ഷെ എന്നിട്ടോ ലബിസ്തും ഇല്ലാ ഖലീല. നിങ്ങൾക്ക് തോന്നുന്നത് എന്താ? കുറച്ച് കാലേ താമസിച്ചിട്ടുള്ളൂ എന്നാണ്. മനസ്സിലായില്ലേ? അതാണ്. ഇതെന്താ വെച്ചാൽ ഈ മനുഷ്യൻ്റെ ഒരു പ്രശ്നം, അള്ളാഹു അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. മനുഷ്യൻ ദുനിയാവിൽ എങ്ങനെ ജീവിക്കലേ? ഞാനുങ്ങളൊക്കെ ഇവിടെ കുറേ കാലം ജീവിക്കും എന്നുള്ളൊരു സെറ്റപ്പിലല്ലേ നമ്മൾ, അല്ലേ? അങ്ങനെയാണ് നമ്മളെ വീടുണ്ടാക്കൽ. എങ്ങനെ? ഭയങ്കര ഉറപ്പുള്ള നല്ല ഫിനിഷിങ്ങുള്ള നല്ല സാധനം വേണം. നമ്മളങ്ങനെയാണ് വിചാരിക്കുന്നത്. നമ്മൾ ഓരോന്നും മാത്രം എല്ലാ സംഗതികളും, അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ മത്സരിക്കൽ എന്തിലാ? ദുനിയാവിൻ്റെ വിഷയത്തിലല്ലേ? അല്ലേ? ഏറ്റവും വലിയ മത്സരമൊക്കെ എന്തിലാണുള്ളത്? ഏറ്റവും നന്നായി പ്ലാൻ ചെയ്യൽ എന്തിലാ? നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മൾ ഭയങ്കരമായ എവിടെയാണ് നമ്മൾ നിൽക്കണേ? ഏതോ ഒരു ഊഹലോകത്താണ് നമ്മൾ ജീവിക്കണത്. നമുക്ക് ഉറപ്പാണ് ഇത് വളരെ നൈമിഷികമാണ്. ചിലപ്പോൾ ഇപ്പോൾ പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ പ്ലാനിങ് ഭയങ്കര ഈ ദുനിയാവിന് വേണ്ടി. എന്നാൽ ആലോചിച്ച് നോക്കൂ, നമുക്കൊക്കെ അറിയാം വൽ ആഖിറത്തു ഖൈറുൻ വ അബ്ഖാ, എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഖിറത്തിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ടോ? ചിന്തിച്ചാൽ മതി.
നമ്മൾ ആഖിറത്തിന് വേണ്ടി മത്സരിക്കുന്നുണ്ട്. നമ്മൾ ആഖിറത്ത് നമുക്ക് അബ്ഖയാണ്, എന്നൊന്നും നിലനിൽക്കുന്നതാണ്, ഈ ദുനിയാവിൻ്റെ മാതിരി അല്ല എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. അത് തോന്നണം. അത് തോന്നാനാണ് യഥാർത്ഥത്തിൽ ഈ വാചകം. കഅന്നഹും യൗമ യറൗനഹാ ലം യൽബസു ഇല്ലാ അശിയതൻ. നിങ്ങൾ 100 കൊല്ലം ജീവിച്ചാലും അങ്ങനെയാണ്. 100 കൊല്ലം ജീവിച്ച ഒരാളും നിങ്ങൾ ആലോചിക്കേണ്ടി, അയാളും ചക്രശ്വാസം വലിക്കുമ്പോൾ അയാളീ കൊണ്ടുപോകും എന്തിൻ്റെ ഉള്ളിലേക്ക്? അയാളും ആഗ്രഹിക്കണത് അതാ. അയാൾക്കും ഫിറ്റ് ചെയ്യും ഈ സാധനമൊക്കെ. കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് അതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം എന്താ വെച്ചാൽ, നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് സത്യത്തിൽ ഈ ആഖിറത്തിന് വേണ്ടിയായിരിക്കണം. മനസ്സിലായില്ലേ? അതാണ് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിച്ച അവസാനത്തെ പാഠം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് 34-ാമത്തെ വചനം മുതൽ നോക്കിയോക്കല്ല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فإذا جاءت الطامة الكبرى. അർത്ഥം എല്ലാവരും നോക്കട്ടോ. ഇവിടെ ഇനി അർത്ഥം നോക്കല്ല കേട്ടോ നിങ്ങൾ വേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി നിങ്ങൾ അതിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക, അപ്പോഴേ നിൽക്കുള്ളൂ. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അതിൻ്റെ ചിത്രം വരിക, അതാണ് വിഷ്വലൈസ് ചെയ്യുക പറഞ്ഞത്. فإذا جاءت الطامة الكبرى. يوم يتذكر الإنسان ما سعى. يوم يتذكر الإنسان ما سعى. അർത്ഥം എല്ലാവരും അതിൽ നോക്കണേ സ്ക്രീനിൽ. അതായത് മനുഷ്യൻ താൻ അധ്വാനിച്ചു വെച്ചതിനെപ്പറ്റി ഓർമ്മിക്കുന്ന ദിവസം. അപ്പം ഞാൻ പുതിയൊരു പേര് പറഞ്ഞു, നിങ്ങൾ ഓർക്കണം. യൗമുൽ ഖിയാമത്തല്ലാത്തൊരു പേര് പറഞ്ഞു. അതെന്തായിരുന്നു? യൗമുത് തദക്കുർ. ഇനി നമുക്ക് ആ പേരും കൂടി ഉണ്ടാണ് നമ്മളുടെ ഉള്ളിൽ. എവിടെ വെച്ച് മറന്നാലും അവിടെ വെച്ച് എന്താവും? അതാണ് യൗമുത് തദക്കുർ. ഓക്കെ. വബുരിസത്തിൽ ജഹീമു ലിമൻ യറാഹ്. കാണുന്നവർക്ക് വേണ്ടി നരകം വെളിവാക്കപ്പെടുന്ന ദിവസം. നമ്മളെ ഭാഷയുടെ ഒരു പ്രശ്നം കൊണ്ടാണ്. ബുരീസ എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എന്താ ബുരീസ എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞ ചിത്രങ്ങളുള്ളിലുണ്ടല്ലോ. എന്താ ബുരീസ പറഞ്ഞ? ഒരു സ്ക്രീൻ ഇങ്ങോട്ട് പെട്ടെന്ന് എന്താ വരികയാണ്. ബുരീസത്തിൽ ജഹീമു ലിമൻ യറാ ഫഅമ്മാ മൻ തഗാ. ഇത് പറയുമ്പോൾ നമുക്ക് ആരോ ഓർമ്മ എന്ന് വെച്ചാൽ ഫിറഔൻ ഓർമ്മ വരണം. മനസ്സിലായില്ലേ? അവനാണ് ഇവിടെ ഉദാഹരണം പറഞ്ഞത്, പരിധി വിട്ടവനെ കുറിച്ചുള്ള ഉദാഹരണം. വആസറൽ ഹയാത്തദ് ദുനിയാ. കണ്ടോ എന്താ പറഞ്ഞത്? ആസറ എന്നാ പറഞ്ഞത്. ഞാൻ അവിടെ പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ ഓർക്കണം. എന്തല്ല, ദുനിയാവിനെ സ്നേഹിക്കുന്നു എന്നല്ല പറഞ്ഞത്. സ്നേഹിക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ആസറ എന്ന്. ആസറ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഖിറത്തിനേക്കാൾ ദുനിയാവിനെ ഇഷ്ടപ്പെടലാണ് എന്ത്? ആസറ. വആസറൽ ഹയാത്തദ് ദുനിയാ. ഇഹലോക ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചെയ്തുവോ. ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ. അതെ, അങ്ങനെയുള്ളവർക്ക് എന്താണ്? കത്തിച്ചൊലിക്കുന്ന നരകമാണ് അവർക്കുള്ള മഅ്വ, സങ്കേതം, മടക്കസ്ഥലം. ഇനി വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. മഖാമു റബ്ബി എന്ന് പറഞ്ഞ, മഖാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിൽ ഉള്ള നൃത്തമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ നൃത്തത്തെക്കുറിച്ച് നമുക്ക് ഖൗഫുണ്ടായാൽ എന്ത് വരും? നമ്മുടെ മനസ്സ് ഇച്ഛയുടെ അടിമയാകാതെ രക്ഷപ്പെടും. മനസ്സിലായില്ലേ? ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ.
മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ പറഞ്ഞത് ഫഇന്നൽ ജഹീമ ഹിയൽ മഅവ. ഇവിടെയോ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ, സ്വർഗമാണ് അവർക്കുള്ള സങ്കേതം. ഓക്കെ. യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹാ. ആ അന്ത്യസമയത്തെപ്പറ്റി അതെപ്പോഴാണ് സംഭവിക്കുക എന്നവർ നിന്നോട് ചോദിക്കുന്നു. ഉണ്ടോ ചോദ്യം? എപ്പോൾ? അയ്യാന എന്ന് പറഞ്ഞാൽ എപ്പോൾ. അപ്പോൾ ഉത്തരം എന്താ? ഫീമ അൻത മിൻ ദിക്റാഹാ. നിനക്കതിനെപ്പറ്റി എന്ത് പറയാനാ കഴിയാം? നിനക്കെങ്ങനെ പറയാൻ കഴിയാം? കാരണം ഇലാ റബ്ബിക മുൻതഹാഹാ, താങ്കളുടെ രക്ഷിതാവിനാണ് അതിനെക്കുറിച്ചുള്ള പരമജ്ഞാനമുള്ളത്, നിങ്ങൾക്കറിയില്ല. ഇന്നമാ അൻത മുൻദിറു മൻ യഖ്ശാഹാ. അതിനെ ഭയപ്പെടുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പുകാരൻ മാത്രമാണ് താങ്കൾ. അല്ലാതെ താങ്കൾ എന്തല്ല, ഇതിൻ്റെ ഡേറ്റ് പറയാൻ വന്ന ആളല്ല. ഖിയാമത്തിൻ്റെ كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. كأنهم يوم يرونها لم يلبثوا إلا عشية أو ضحاها. അതിനെ അവർ കാണുന്ന ദിവസം ഒരു വൈകുന്നേരമോ ഒരു പ്രഭാതത്തിലോ അല്ലാതെ അവർ കഴിച്ചു കൂട്ടിയിട്ടില്ലാത്ത പോലെ ഇരിക്കും. അങ്ങനെയായിരിക്കും അവർക്ക് തോന്നുക എന്നർത്ഥം. മനസ്സിലായി? ഇതാണ് സൂറത്തു നാസിയാത്ത്. ഇൻഷാ അല്ലാഹ് നമ്മളത് അവസാനിപ്പിച്ചു. ഇൻഷാ അല്ലാഹ് സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. നിങ്ങൾ ഇതുവരെ ഗ്രൂപ്പ് തരാത്തതുകൊണ്ട്